ഗവേഷണങ്ങൾ അനുസരിച്ച് പുകവലി ഉപേക്ഷിച്ച് 20 മിനിറ്റിന് ശേഷം നിങ്ങളുടെ രക്തസമ്മർദ്ദം സാധാരണഗതിയിലെത്തുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങളുടെ ശരീരത്തിലെ നിക്കോട്ടിന്റെ അളവ് കുറയുന്നു. 12 മാസങ്ങൾക്കകം ഹൃദ്രോഗത്തിനുള്ള സാധ്യതയും പകുതിയായി കുറയുന്നു. എന്നാൽ ഇപ്പോൾ പുകവലിക്കുന്നത് കാരണം ഹൃദയാഘാതം എപ്പോൾ വേണമെങ്കിലും വരാം. ബീഡിയും സിഗരറ്റും ജീവൻ അപകടത്തിലാക്കുന്നു. പുകവലി ഇന്നേ ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 വിളിക്കുക. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഇവിടെ തന്നെ ഇവിടെ കൊള്ളാം കേട്ടോ. ഇതുവഴിയാണ് അവൻ പറഞ്ഞത്. ഇവിടെ എന്താ ഇവിടെ വയ്ക്കാം. ചൂട് കൂടി തുടങ്ങി. അതാണ് ഈ കാട്ടീന് യുവമാരെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. അത് ശരിയാ. സംഭവം ഒക്കെയാണ് സൂപ്പർ. അവൻ കുരുങ്ങും. ഓക്കെ എഴുന്നേറ്റ് വാ. വാ അങ്ങോട്ട് മാറിയിക്കാം. തോക്ക്. ഓ എന്തൊരു വെയിറ്റ് ഉണ്ടായിരുന്നു. എത്തി പറഞ്ഞേ. ഇവിടെ ആരും എണീറ്റിട്ടില്ലല്ലോ. ഉറക്കം തന്നെ തോന്നണേ. ആഹാ, നിങ്ങൾ എത്തിയോ? ഇവൻ കൊള്ളാലടാ. ഇങ്ങോട്ട് വന്നേ മനുഷ്യ. ഇത് എന്തോന്ന് കൊണ്ടുവന്നേക്കണേ നോക്ക്. നല്ല മുഴുത്ത പന്നി. ഇതിന് വയറ്റിലുണ്ടോടാ? ഓ നിങ്ങളല്ലേ വയറ്റിലുണ്ടാക്കിയത്. ഒന്ന് പോവണ്ണ അവിടെ. എന്റെ അണ്ണ ഇന്നലെ രാത്രി ഉള്ള കപ്പയെല്ലാം വാരി കയറ്റിക്കൊണ്ട് കിടന്നപ്പോ നമ്മളാ കെണിയിൽ ഒന്ന് വീണാണ്. എന്തൊരു ശല്യമായിരുന്നു. പറഞ്ഞ സമയം വേണ്ട. നീ പോയി കത്തി എടുത്തൊരു പാടി.
പടപടാന്ന് അറക്കണ. എടാ നീ കൂടെ ഒന്ന് കെട്ടിക്കൊടു. ഞാനും കൂടി കിട്ടാം. എടാ ദാമോ ചരുവം കൂടെ എടുത്തോ. പ്ലേറ്റ് എടുക്ക്. നല്ലോണം ചവിട്ടി ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. ആ കരിയിലേക്ക് ഇങ്ങോട്ട് നീക്കിയിടും. എന്റെ കൃഷ്ണനാ ആ. കൊടുക്കേണ്ടവരൊക്കെ എല്ലാരും വീതിച്ചു കൊടുത്തിട്ട് ആ ആ സാധനം പെട്ടെന്ന് ചട്ടി കയറ്റാൻ നോക്ക്. ചെല്ല്. ഉം. വല്ല കുറുക്കന്മാരാറ്റ കണ്ടല്ലേ വെറുതെ കണക്ക് പഠിക്കേണ്ടി വരും. അത് ശരിയാ. അഴിയെണ്ണിയെ ചട്ടിക്കകത്തായി പോകുന്നേ. ഞാനിപ്പോ എല്ലാരും വിളിച്ച് പറയാടാ. ആ ആ നീ ഇത് ക്ലിയർ ആക്കിട്ടേ ആ. വേഗം വിട്ടു. എടാ ഇത് പോരെ. അവിടെ കുറച്ച് നീക്കിയിടും. എന്താ സ്മൂതി മെമ്പറെ ഒരു ഉഷാറില്ലാത്ത ഒരു ചായ കുടിച്ചാലോ? ഓ ഇപ്പൊ വേണ്ട പ്രസിഡന്റെ. വേണ്ടെങ്കിൽ വേണ്ട. കുടിക്കേണ്ടി വരും പ്രസിഡന്റെ. ചായ അല്ല വെള്ളം കുടിക്കേണ്ടി വരും. അതെന്താണ് മെമ്പറെ അങ്ങനെ പറയുന്നത്? പന്നിശല്യം കാരണം നാട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ. കൃഷി ചെയ്ത് ജീവിക്കാനും നിവൃത്തിയില്ല പാവപ്പെട്ട ജനങ്ങൾക്ക്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മെമ്പറെ. ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. ഞങ്ങൾ വെള്ളം കുടിപ്പിക്കും. എടോ ചന്ദ്രപ്പാ, തനിക്ക് തെറ്റി. ഈ വക്കച്ചൻ കുടിക്കത്തില്ല, ഒരു തുള്ളി കുടിക്കത്തില്ല. എന്നെ കുടിപ്പിക്കാൻ വെച്ചേക്കുന്ന വെള്ളം താനങ്ങ് വാങ്ങി വെച്ചാൽ കാണാം. പള്ളിയിൽ പോയിട്ട് വരികയായിരുന്ന എന്റെ അമ്മച്ചിയെ എന്റെ കൺമുമ്പിൽ വെച്ച് കുത്തി വീഴ്ത്തിയ കാട്ടുപന്നിയെ ഒറ്റ വെട്ടന് 2 തുണ്ടാക്കിയിട്ട് അമ്മച്ചിയെ ആശുപത്രി കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് ഈ കാട്ടുപന്നിയെ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ കുഴിച്ചു മൂടിയവനാ ഈ വക്കച്ചൻ. എല്ലാം ഓന്തി ഒട്ടിപ്പിക്കും ഞാൻ. അന്ന് തുടങ്ങിയതാ തനിക്ക് എന്നോടുള്ള ഈ ചൊറിച്ചില് കേട്ടോ. ഇനിയും ചൊറിയും ഞാൻ. താൻ കൊറേ ചൊറിയും. ഇയാൾ ആരുവാ? മനുഷ്യ സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് സാധാരണക്കാരനെ പറ്റിച്ചൊരു മുന്നണി ഉണ്ടാക്കി ഇവിടെ സ്വതന്ത്രനായിട്ട് നിന്ന് ജയിച്ച തന്നെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കിയത് ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഗതികേട് അല്ല മെമ്പറെ? അത് ശരിയാ. ഇനി ഏത് നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഇവിടെ എന്ത് നാടകം കളിച്ചാലും ഇവിടെ ഒന്നും വിലപ്പെടാൻ പോണില്ല. മാന്യമഹാജനങ്ങളെ, പ്രസിഡന്റിന്റെ ബിനാമി തവളക്കുഴി ശശി എത്തിയിട്ടുണ്ടല്ലോ. അതൊരു ഭ്രാന്തനാണെന്ന് എവിടെയും കയറി ഇറങ്ങും പ്രസിഡന്റിനെ പോലെ. പട്ട് കേസുകള്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, രാവിലെ തന്നെ മാനവകുലത്തിന്റെ ചരിത്രം തുടങ്ങിയത് അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ്. ലോക ചരിത്രത്തിൽ മനുഷ്യൻ അധിനിവേശം നടത്തിയാണ് ഇക്കണ്ട നാടും നഗരവുമെല്ലാം കെട്ടിപ്പടുത്തത്. മനുഷ്യൻ മനുഷ്യനെയാണ് സ്നേഹിക്കേണ്ടത്, കാട്ടുമൃഗങ്ങളെ അല്ല. അവന് ഭീഷണിയാകുന്ന കാട്ടുമൃഗങ്ങളുടെ എണ്ണം കാടിന്റെ സന്തുലിതാവസ്ഥക്കനുസരിച്ച് നിയന്ത്രിക്കേണ്ടത് ഭരണകൂടമാണ്. അരേ വാ, അത് കലക്കി. ആ പറഞ്ഞത് കറക്റ്റ് ആണ്. അതിന്റെ ഉത്തരവാദിത്തം ഭരണകൂടത്തിന് തന്നെയാണ്. കപട മൃഗസ്നേഹികളുടെ വരവോടെ ഇവിടെ സംഭവിച്ചത് എന്താണ്? പായിന്റിന് വില കൂടി. വേറെ എന്ത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയണം. കൃഷി നശിപ്പിച്ച മൃഗങ്ങൾക്ക് മുന്നിൽ പ്രതിരോധം തീർത്ത മനുഷ്യനെ അവർ കയ്യേറ്റക്കാരാക്കി. കാട്ടുമൃഗങ്ങളുടെ എണ്ണം കാടിന് താങ്ങാൻ പറ്റാത്ത വിധം വർദ്ധിച്ചിട്ടും അവയുടെ എണ്ണം നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ എന്നോ എഴുതി വെച്ച പഴഞ്ചൻ നിയമങ്ങളുമായി മുന്നോട്ടു പോകുന്നത് മാനവകുലത്തിന് ആപത്താണ്, ആപത്താണ്, ആപത്താണ്. യോ എണ്ണ നിയന്ത്രിക്കണം പോലും. കാട്ടിൽ തീറ്റയൊന്നും കിട്ടാത്തതുകൊണ്ട് അവറ്റകൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അയ്യോ, അതിനിങ്ങനെയൊക്കെ ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു കൂട്ടുന്ന ഒരു കാര്യമില്ല. ഇനി ഓരോ പന്നിക്കും കുടുംബാസൂത്രണ പാരിതോഷികമായി 1100 രൂപ വെച്ച് സർക്കാർ കൊടുക്കണമെന്ന് അവൻ പറഞ്ഞില്ലല്ലോ. അത് എന്നെ ഭാഗ്യം. അതെ പൗസ്യ മെമ്പറെ, ഇങ്ങനെ നിന്നാ പറ്റില്ല. മീറ്റിംഗ് തുടങ്ങണം. സെക്രട്ടറി വിളിക്ക്. സെക്രട്ടറി ഫോൺ എടുക്കുന്നില്ലല്ലോ. എവിടെയെങ്കിലും ഓസിന് ചാപ്പാട് കിട്ടി കാണും. തിന്നാൻ കിട്ടിയ ആള് ഫോൺ എടുക്കൂല. കാട്ടുപന്നി ആക്രമണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ ഏതാണ്ട് 675ഓളം മനുഷ്യജീവനുകളാണ് നഷ്ടമായത്. എന്നിട്ടും നമ്മൾ പ്രതികരിച്ചില്ല. മനുഷ്യന് മനുഷ്യനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ?
അങ്ങനെ സംഭവിച്ചത്? അതെ. ഞങ്ങൾ എൻഫോഴ്സ്മെന്റിൽ നിന്നാണ്. ഫോറസ്റ്റ്. എന്താ? എന്താണെന്ന് അറിയില്ല. മാറ്. എന്ത് പേരെന്നാ? അതെ, ഒന്ന് പറഞ്ഞോട്ടെ. അടുക്കളയാണ്, ഇങ്ങോട്ട് വാ. പോയി ഡ്രസ് മാറിയിട്ട് വാടി. ഇൻഫർമേഷൻ കറക്റ്റ് ആയി. അതെ സാർ. ഇറങ്ങ. സാറേ പറഞ്ഞിട്ടേ കേറ് കേറ് കേറ്. ഉറങ്ങാ ശാപം. സർ, ഒരു മൈൻഡ് പോലും ഇല്ല. ഞാൻ പറഞ്ഞ നീ ഒന്ന് മനസ്സിലാക്ക്. എടി, കാട്ടുപന്നിയെ കൊന്നിട്ട് 3 പേരുടെ വീതം വെച്ച് കഴിച്ചു എന്നുള്ളതാണ് കേസ്. കൊലയേക്കാളും വലിയ കേസാണ്. 1-ാം പ്രതി ആ ജോസഫ്, 2-ാം പ്രതി അവന്റെ ഭാര്യ ഇന്ദു. എടി, 3-ാം പ്രതി ചിലപ്പോ ഞാനായിരിക്കും. എങ്ങനെ ഈ കുരുക്കി കൂറിനോടി ഒന്ന് പറഞ്ഞ. എടി, കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി കൂടിയപ്പം ഇവരൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ള സത്യം. പക്ഷെ ഇതിങ്ങനെ വരും നീ വിചാരിച്ചില്ലടി. അത് കാട്ടുപന്നിയുടെ ഇറച്ചിയായിരുന്നോ? അല്ല, പോർക്ക് അല്ല, പോത്ത്. ഞാനിതുവരെ കഴിച്ച ഒരു പന്നികളും അല്ല ഒരാളോട് എന്നെ ഇതുവരെ പറ്റിച്ചിട്ടില്ല. ഇത് ഇവന്റെ കൂടെ കൂടാൻ പാടില്ല എന്ന് എന്റെ കൂടെയുള്ള ഒരുത്തി പറഞ്ഞതാണ്. അന്നേ വിശ്വസിക്കണായിരുന്നു. പല അവളുമാരുടെ അടുത്തും പലപ്പോഴും പോകുന്ന ആളായതുകൊണ്ട് അതിൽ ഏതവളായിരിക്കും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ കാണത്തില്ല. അയ്യോ ഇന്ദു, നീ അങ്ങനെ പറയല്ലേ. ഈ എന്റെ ഫോൺ എടുത്ത് നോക്കി വെച്ചു. ഇതിനകത്ത് ആണുങ്ങളുടെ നമ്പർ മാത്രമേ ഉള്ളൂ. ചില വൃത്തികെട്ട ഭർത്താക്കന്മാര് പെണ്ണുങ്ങളുടെ നമ്പർ ആണുങ്ങളുടേതാക്കി സേവ് ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഹലോ ഇന്ദു മാഡം, നേരം വെളുത്തു. ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒരാവശ്യമില്ലാതെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ കിടന്ന് കൊതുകടി കൊള്ളുക. എന്തൊക്കെ ബഹളായിരുന്നു ഇവിടെ കൊണ്ടാക്കി. ഒരേ അമ്മമാരെയും കാണാനും ഇല്ല. ഇനി ഇതെല്ലാം കൂടെ വെളുപ്പാൻ കാലത്ത് നാട്ടുകാരെ ഫോണിൽ കൂടെ വിളിച്ച് പറയേണ്ട കുറവും കൂടെ ബാക്കിയുള്ളൂ. എന്റെ ഇച്ചാൻ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഏക മകനായിരുന്നു. എല്ലാവർക്കും കഷ്ടകാലമൊക്കെ വരുമല്ലോ. അതുപോലെ എന്റെ ഇച്ചായനും സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. ജീവിക്കാൻ വേണ്ടി ആക്രി കച്ചവടം നടത്തിയിട്ടാണെങ്കിലും മര്യാദക്ക് എന്നെ മോനെ നോക്കി വീട്ടുകാരികളും നോക്കി നടന്നിരുന്ന ആ മനുഷ്യനെ ഇന്ന് ഈ തറ വരെ കൊണ്ടെത്തിച്ചത് ആ കാക്കയാ, റാഫി കാക്ക. വേണ്ട വേണ്ടെന്ന് വെക്കും തോറും നിങ്ങൾ എന്തിനാണ് ഇത്രയും ബഹളം വെക്കണത്? ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പതുക്കെ സംസാരിക്കേ. ചുമ്മാ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? കുട്ടി, നിനക്ക് പോയിരുന്നു പഠിച്ചൂടെ? നീ എന്തിനാ ഇവിടെ വന്ന്? പഠിക്കാനുള്ളവർ എവിടെ ഇരുന്നാലും പഠിക്കും. ഇവിടെ എന്താ ജോലി? പോയിരുന്നു പഠിക്കൊച്ചേ. ഞാനും നിങ്ങളെ മോളെപ്പോലൊരു മോളെ. എനിക്ക് വേണ്ടി 2 പെമ്മക്കള്. എനിക്ക് വേണ്ടി 2 പെമ്മക്കള്. ആ പെമ്മക്കളെ കാക്കോത്തായിരിക്കാൻ വേണ്ടിയാ. കാക്കോത്തായിരിക്കാൻ വേണ്ടിയാ സിന്ദൂരിടുന്നത്. കാക്കോത്തായിരിക്കാൻ വേണ്ടി. കാക്കയാണവൻ, കാക്കയാണ്, നന്മ നിറവുള്ള കാക്കയാണ്. വെള്ളയാണ്, തനി വെള്ളയാണ്, വെള്ളയാണ് മനം വെള്ളയാണ്. കുഞ്ഞിനെ നാടിനെ പോറ്റും
കാക്ക കൊത്തി പറക്കില്ല ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ നാടിനെ പോറ്റും കാക്ക കൊത്തി പറക്കില്ല ഒരു കുഞ്ഞിനെ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുക്കോ പിള്ളേര് മുങ്ങിയെടുത്തു തട്ടപ്പിള്ളേര് തട്ടിയെടുത്തു പിന്നെയും കുറ്റം കാക്കയ്ക്കോ കാക്ക 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 വീടിനു വേണ്ടി പറന്ന കാക്ക ദൂരെ കാക്കാന്റെ നാട്ടിൽ പറന്നു ചെന്നു കാലങ്ങളേറെ തനിച്ചു നിന്നു കഷ്ടതയേറെ സഹിച്ചു കാക്ക കൊത്തി പെറുക്കി ദിർഹം ദീനാറുകൾ തിരികെ പറന്നതു നാടിനു നൽകി കൊത്തി പെറുക്കി ദിർഹം ദീനാറുകൾ തിരികെ പറന്നതു നാടിനു നൽകി അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുക്കോ പിള്ളേര് മുങ്ങിയെടുത്തു തട്ടപ്പിള്ളേര് തട്ടിയെടുത്തു പിന്നെയും കുറ്റം കാക്കയ്ക്കോ കാക്ക 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 കാക്കാന്റെ കൂട്ടിൽ മുട്ടയിട്ട കള്ളക്കുയിലിന്റെ മക്കളെ പോറ്റി കാക്ക പഴി കേട്ടു തളർന്നു കാക്ക ഇനിയെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ കാക്കയാണെന്നും ഈ നാടിന്റെ നന്മ കാക്കയാണെന്നും ഈ നാടിന്റെ മേന്മ വലിച്ചോറുമായി കാത്തു നിൽക്കും നമ്മൾ ആ കാക്കയും നാടിന്റെ നന്മയാണ് കാക്കയാണവൻ കാക്കയാണ് നെറ്റിയിൽ മറുകുള്ള കാക്കയാണ് സ്നേഹത്തെ ചൊരിയുന്ന കാക്കയാണ് അന്യന്റെ വേദന പേറും കാക്ക കുഞ്ഞിനെ നാടിനെ പോറ്റും കാക്ക കൊത്തി പറക്കില്ല ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ നാടിനെ പോറ്റും കാക്ക കൊത്തി പറക്കില്ല ഒരു കുഞ്ഞിനെ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുക്കോ പിള്ളേര് മുങ്ങിയെടുത്തു തട്ടപ്പിള്ളേര് തട്ടിയെടുത്തു പിന്നെയും കുറ്റം കാക്കയ്ക്കോ കാക്ക 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 കുന്തം തിന്നും പോയി. ഇനി അവരെ വിളിച്ച പോയേ ചെയ്യില്ല. കാട്ടുപന്നിയെ കൊന്നു അതിന്റെ ഇറച്ചി വീതം വെച്ച് തിന്നു എന്നാണ് കേസ്. ഫോറസ്റ്റ് കേസാ. ഇനി എന്താവോ എന്തോ എന്റെ ദൈവമേ. എടി എന്തു എടി ഒന്ന് ഇറങ്ങി വാടി. വാ നമ്മുടെ രണ്ടും പെട്ടുപോയി. ഒരു ഐഡിയ പറ. ആർപ്പാടെ നിൽക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റുന്ന അവസ്ഥയിലാണ്ടി. നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ ഒന്നും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ? അതോ ഈ തവളക്കുഴി പഞ്ചായത്തിന്റെ? ദേ എന്റെ മുഖത്തോട്ട് നോക്ക്. നിങ്ങൾക്ക് എത്ര വയസ്സായിന്നാ നിങ്ങളുടെ വിചാരം? ഏത് കിളവികളാ പ്രീ ഡിഗ്രി ഗ്രൂപ്പിലോട്ട് ചേർന്നാലും ഉടനെ ഓ പഴയ കൂട്ടുകാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിച്ചു കുത്തി അവർ വീട്ടിലോട്ടൊക്കെ ചെല്ലും. അവളെ എന്റെ കയ്യിലോട്ട് കിട്ടണം. ആ ഉണ്ടച്ചി ജെറിയെ, നിങ്ങളുടെ ആ പി ഡി സി ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇല്ലേ അവള്. കുറച്ച് വെള്ളമെങ്കിലും എടുത്തോണ്ടോ എന്റെ തൊണ്ട. ഓ എന്തിനാ വെള്ളം കുടിക്കുന്നേ? അല്ലാതെ എല്ലാരും കുടിപ്പിക്കുവാണല്ലോ. ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നോ എന്തോ. ദൈവമേ. ഇനി ആരെ വിളിക്കും? എഫ്ഐആർ ഇട്ടില്ലേ? ഇല്ല സർ. ഏടോ അയാൾ എന്ത് ജോലിയാ ചെയ്യുന്നത്? സ്ഥിരം പരിപാടിയായത്. എപ്പോഴും എനിക്കിട്ട് പണികൾ തന്നോണ്ടേയിരിക്കും. പെൻഷൻ പറ്റാൻ ഞാനല്ലേ കയറി ഇറങ്ങേണ്ടത്. അതെ സർ. ആ എവിടെ മറ്റു സാറന്മാര്? ആ സാർ ഇനി ഒരാളോ? ആ അദ്ദേഹത്തെ പിന്നെ കോറം തഞ്ഞല്ലോ അല്ലേ? ഒന്നും പറയണ്ട സാറേ. എന്റെ കെട്ടിയ ജോസഫിന്റെ കൂടെ പണ്ട് പ്രീ ഡിഗ്രിക്ക് മധുര ടെൻറ്റ് കോളേജിൽ പഠിച്ച ഒരു റാഫിക്കാക്ക. അയാള് സിനിമാ സംവിധായകനോ നിർമ്മാതാവോ അങ്ങനെ എന്താണ്ടൊക്കെയാണ്. അയാള് കാരണമാണ് നീ പാവം മനുഷ്യൻ നീ കോലത്തില് ഇതിനകത്ത് കിടക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ചത് ആ സിനിമ പ്രൊഡ്യൂസർ റാഫി മധുരയാ? എനിക്ക് പരിചയമുള്ള ആളാ. നമ്മുടെ ചെയർമാൻ മനോരഥൻ സാറില്ലേ, അദ്ദേഹത്തിന്റെ സുഹൃത്താ. ഞാൻ വിളിക്കാം. അങ്ങനെ എന്നാ സാറേ ആ കാക്കന്റെ പേര്? വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അനുഭവിക്കാനുള്ള അനുഭവിച്ചല്ലേ പറ്റൂ. ഓ എന്റെ ഒരു വിധി, അല്ലാതെ എന്താ പറയാൻ.
അതെ, ഈ പ്രീ ഡിഗ്രി ട്രിനിറ്റി കോളേജ് എന്നൊക്കെ പറഞ്ഞ ന്യൂജൻ പിള്ളേർക്ക് വല്ലതും അറിയോ? അതെ സാറേ. അത് സാർ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണല്ലോ. അല്ല മിനി, എന്തായാലും മിനി ആ ന്യൂജൻ ഗണത്തിൽപ്പെടത്തില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ കോളേജ് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ടീംസാ ഈ പ്രീ ഡിഗ്രിക്കാർ. അതെ അതെ. പിന്നെ സയൻസ് മാത്സ് സ്ട്രീമിലല്ലാത്തവരും 10ാം ക്ലാസ് മാർക്ക് കുറഞ്ഞവരും റെഗുലർ കോളേജിന് പകരം കോളേജ് ആക്കിയ സ്ഥാപനമായി പാരലൽ കോളേജ്. അതെ സാറേ. സാറേ, ഈ പറഞ്ഞ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളവനാണ് സാറേ ഞാനും. ഓ ആണോ? സാറിന് അറിയാമോ, ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഏപ്പടം ഇറങ്ങിയിട്ടുള്ളത്. പിന്നല്ലാതെ ഷക്കീന, ലേഷ്മ, മനി, അങ്ങനെ ഒരു കൂട്ടം സുന്ദരിമാരുടെ ഞങ്ങൾ ചെറുപ്പക്കാരുടെയും ജോയ്സ് അമ്മയുടെയും ഉറക്കം കെടുത്തിരുന്നു സാർ. സാറേ, ആരും വാതിൽ മുട്ടാത്തൊരു കാലഘട്ടമായിരുന്നു. നാളെ മുതൽ പാങ്ങോട് താളം തിയേറ്ററിൽ പാതിരാ കോഴി. നാളെ മുതൽ പാങ്ങോട് താളം തിയേറ്ററിൽ പാതിരാ കോഴി. പാതിരാ കോഴി, യുവാക്കളുടെ സ്വപ്നസുന്ദരി, ബുദ്ധന്മാരുടെ രോമാഞ്ചം. നാളെ മുതൽ പാങ്ങോട് താളം തിയേറ്ററിൽ പാതിരാ കോഴി. പാതിരാ പണ്ടം കണ്ട പാർലി കോളേജ് ഒരുമിച്ച് പഠിച്ചെന്നും പറഞ്ഞ് ഇവറ്റുകളെല്ലാം കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഇത് ഞാൻ അത് ചേർത്തേ പിന്നെ അന്ന് പോയതാ എന്റെ മനസമാധാനം. ആ കേട്ടോ, ഈ ഇപ്പോഴത്തെ തൈ കിളവന്മാരും കിളവികളും എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് അങ്ങ് ഉണ്ടാക്കും. സൗഹൃദ കൂട്ടായ്മ. അനുഭവിച്ചോ? എല്ലാത്തിനും ഇങ്ങനെ തന്നെ വേണ്ട കേട്ടോ. ഏത് സമയത്താണോ എന്തോ ഗവൺമെന്റ് ജോലിക്കാരനാണെന്ന് പറഞ്ഞ് ഇങ്ങേരുടെ കൂടെ എന്നെ പറഞ്ഞു വിടാൻ തോന്നിയത്. ഹലോ അളിയാ, എടാ ഞാനടാ. അല്ല നീ എന്റെ നമ്പർ കിട്ടിയതാ? മറ്റേ ഉള്ളേ നീ അടുത്ത് എന്റെ ഉള്ളോണെന്നല്ലോ. വരുന്നത് വെച്ച് കാണാം. കണ്ണു തെറ്റിയ ഫോൺ എടുത്ത് ഒരച്ചോണം. എന്നാ പിടി. എടീ, നീ ഇങ്ങനെയാണെന്ന് ബഹളം ഉണ്ടാക്കാതെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു മാർഗം പറഞ്ഞാ. എങ്ങനെ ബഹളം ഉണ്ടാക്കാതിരിക്കും? തവളക്കുഴി പഞ്ചായത്തിൽ മാത്രമല്ല, ലോകം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു സെക്രട്ടറിയുടെ കാട്ടുപന്നി വേട്ട. അന്നാമ്മേ, നീ ആ സോനുവിനെ വിളിച്ചായിരുന്നോ? അവളുടെ വണ്ടി സർവീസിന് കൊടുത്തേക്ക്, അതാ നമ്മുടെ കൂടെ വരുന്നേ. മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുക, പെട്ടെന്ന് റെഡിയായി വരാന്ന് പറഞ്ഞു. മേക്കപ്പിടിയിലാണോ രാവിലെ? ആ മേക്കപ്പാ, അവളും ചെറിയും മേക്കപ്പിലാ വിലസുന്നെന്നാ എല്ലാരും പറയുന്നേ. സോനു നിൽക്കുന്നു. നീ മേക്കപ്പിട്ട് അങ്ങ് സുന്ദരിയാവാനുള്ള പരിപാടിയാന്ന് തോന്നല്ലോ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത് മുതൽ ഇവളുടെ സ്വഭാവം എനിക്കറിയാം. അല്ല സോനു, നീ ജോസഫിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നിനക്ക് അവനെ നേരത്തെ അറിയായിരുന്നല്ലോ. അറിയായിരുന്നോ? അവ ഒറ്റൊരുത്തം കാരണമാ ഞങ്ങളെല്ലാം വിറ്റുപറക്കി ഇങ്ങ് അടൂരി വന്നത്. എന്താ കാര്യം? അയ്യോ, എന്തോ ഒരു ശല്യായിരുന്നു. അതെ, സ്കൂൾ സമയത്ത് വഴിയമ്പലത്തിലെ പടവുകളിൽ വന്നിരുന്ന് പെമ്പിളര വാറ്റല അവന്റെ സ്ഥിരം പരിപാടി. ചില ദിവസങ്ങളിൽ അടുത്തുള്ള ചുമട് താങ്ങിക്ക് മറിഞ്ഞിരുന്ന് നോക്കുകയും ചെയ്യും. യോ, പിന്നെ ശല്യം കൂടി വന്നു. ആ പിള്ളേരാവുമ്പോ കുറച്ച് വികൃതിയൊക്കെ കാണും സോനു. അത് നമ്മളങ്ങ് കണ്ടില്ലെന്ന് നടിച്ചേക്ക, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം അവനെ പറ്റി ഒരു അറിവുമില്ലായിരുന്നു. കുറച്ചു നാളായിട്ട് സമാധാനം ഉണ്ടായിരുന്നു. ആ ജെറി നമ്മുടെ ട്രിനിറ്റി കോളേജിന്റെ PDC ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ എപ്പോഴോ അവൻ ആ ഗ്രൂപ്പിൽ ചേർന്നു. എന്റെ പൊന്നോ, അന്ന് മുതലും മനസ്സമാധാനം ഇല്ലാണ്ടായി. ആ ജെറി വിചാരിച്ചോണ്ട് ഒരു കാര്യം നമുക്ക് സാധിച്ചു. എന്തുമാത്രം കൂട്ടുകാരിയാ നമുക്ക് കാണാൻ കഴിഞ്ഞേ. അതിനവളെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ആ പട്ടാളം വിനയനെ ഗ്രൂപ്പിൽ ചേർക്കാൻ വേണ്ടി ജെറി ഫോൺ ചെയ്തിരുന്നു. അവന് ഒരു മാറ്റവും ഇല്ലെന്നാ ജെറി പറയുന്നേ. ഹെൽമെറ്റില്ലാതെ വണ്ടി ഓടിക്കണല്ലേ പൈരുകളെ. ഹലോ, ഇത് വിനയനല്ലേ? ആരാ? അതെ, ഞാൻ ജെറിയാണ്. ജെറി? ഏത് ജെറി? ജെറി ടീച്ചർ. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. PDCക്ക് നമ്മൾ ഒരുമിച്ച് ട്രിനിറ്റി കോളേജിൽ ഉണ്ടായിരുന്നല്ലോ. എന്നാ സുഖം, എല്ലാരും ഉണ്ടല്ലോ. പോടാ പട്ടി.
പട്ടാളം. ജെറി ആ ഇത്തിളക്കണ്ണി. ഓ ഇപ്പൊ ഓർമ്മ വന്നടി, ഇപ്പൊ ഓർമ്മ വന്നു. പിന്നെ പറയാം എന്തൊക്കെയാ വിശേഷം? ഞാനിപ്പോ പോലീസിലാ. പോലീസ് ജെറി, അതെ നീ ഇപ്പോ പഴയതുപോലെ മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ? ആ അത് പോട്ടെ, നീ ആ ജോസഫിന്റെ കാര്യം പറ കേക്കട്ടെ. ഇപ്പൊ കണ്ടില്ലേ വയസ്സാകാലത്ത് പന്നിയെ പിടിക്കാൻ പോയിരിക്കുന്നു. ക്യാഷ് കൊടുത്ത് വല്ല പോത്തോ കാളയോ നാട്ടു പന്നിയോ ഒക്കെ വാങ്ങി തിന്നാ പോരായിരുന്നു. ഞാൻ നമ്മുടെ റീജോട് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. കേസ് നല്ല കടുപ്പാവുന്നാ അവളുടെ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞു. അന്ന് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ റാഫിയും പിന്നെ ആ ജോണും ഒക്കെ ഇപ്പൊ ഏത് നിലയിലായെന്ന് അറിയാവോ സോനുവിന്? റാഫി ദുബൈയില് വലിയ നിലയിലാ. നമ്മുടെ PDC ഗ്രൂപ്പിന്റെ അനുഭവ കഥകളെല്ലാം കൂടി ക്രോഡീകരിച്ച് സിനിമ എടുക്കാൻ പോകുന്നൊക്കെയാ പറയുന്നത്. ആർക്കറിയാം. ഞാൻ നിങ്ങളുടെ കോൾ എക്സ്പെക്ട് ചെയ്തു. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായിണ്ടല്ലോ. ആ കുറച്ചൊക്കെ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയിലെ കഥയും സ്ക്രിപ്റ്റും നന്മയുള്ളതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റത്. അതല്ല സാർ, ഞാൻ പുതിയ ആളാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത്. പുതിയതും പഴയതും എന്നൊന്നുമില്ല. ഒരു സെറ്റിൽ ഡയറക്ടർ പറയുന്നതാണ് എല്ലാം. ഡയറക്ടർ പറയുന്ന അനുസരിച്ച് പെർഫോം ചെയ്യേണ്ടത് ആർട്ടിസ്റ്റുകളുടെ ഉത്തരവാദിത്വമാണ്. അത് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ഡയറക്ടറുടെ ചുമതലയും. 10-16 സിനിമ സംവിധാനം ചെയ്ത ആളാണ് അദ്ദേഹം. ഇങ്ങനെയൊന്നുമല്ല സിനിമ ചെയ്യേണ്ടതെന്നാണ് എന്നോട് പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് സംവിധാനമൊന്നുമില്ല, അഭിനയം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സിനിമയിൽ എന്താണോ കഥ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ ചെയ്യിപ്പിക്കണം. പ്രൂവ് ഇറ്റ് മാൻ, യു ക്യാൻ. സിനിമ സംവിധായകന്റെയാണ്. സോനു, ആ ജോണ് UK-ലെ വലിയ കോടീശ്വരനാ. അവനെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. അത് ശരി. അതെന്നെ കാണാനല്ല അച്ചായ, ആങ്ങളെ കാണാനാ. എന്റെ ആങ്ങളെയും അച്ചായ ജോണും കൂടെ ഒന്നിച്ചാ പഠിച്ചേ. പക്ഷെ ജോണ് തോറ്റുപോയി. പിന്നെയാണ് നമ്മുടെ കൂടെ PDC-ക്ക് വന്നതേ. അങ്ങനെയാണ് നമ്മൾ ഒന്നിച്ച് PDC-ക്കാരായി മാറിയത്. ഹലോ ജെറി. എടാ ജോണേ, നീ ഒരു കാര്യം അറിഞ്ഞാ? ജോസഫിന്റെ വിവരങ്ങളൊക്കെ നീ അറിഞ്ഞോ? ആ ജോസഫിന്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ അവനൊരു പന്നിയെ കെണി വെച്ച് പിടിക്കാനുള്ള ധൈര്യം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ എനിക്ക് തീരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ പന്നിന്ന് വിളിച്ചതിന് നീ അനുഭവിക്കോടാ. അല്ലയോ മഹാത്മാവേ, എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യവും അങ്ങ് എന്നോട് പൊറുക്കേണമേ. അങ്ങ് പഠിപ്പിച്ച അഹിംസാ സിദ്ധാന്തം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന യഥാർത്ഥ ഗാന്ധിയനാണ് ഞാൻ. പക്ഷേ ലോ ആൻഡ് ഓർഡർ പാലിക്കണമെങ്കിൽ എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല. അങ്ങെന്നോട് പൊറുക്കേണമേ. കഞ്ചാവ് വിൽക്കരുത്, വാങ്ങരുത്, വലിക്കരുത്. കുട്ടൻ നായർ പറഞ്ഞിട്ടില്ലടാ? എടാ കുട്ടൻ നായർ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടില്ലായിരുന്നു സാർ. ഒന്നുകൂടി കേൾക്കണോടാ? ഇപ്പൊ കേട്ടു സാർ. ഇനി വിൽക്കില്ല സാർ, വലിക്കില്ല സാർ. എങ്ങനെ? അമ്മച്ചാണ് വലിക്കില്ല സാർ. അതാരാ? ഞാനാടാ കുട്ടൻ നായർ. അയ്യേ കുട്ടൻ നായർ. കുട്ടൻ നായർ എന്ത് ക്ഷമിക്കും, 2 കാര്യങ്ങൾ ഒഴികെ: കഞ്ചാവും പെണ്ണ് കേസും. ഡോ, ആരാടാ ഇവര്? കഞ്ചാവ് കച്ചവടക്കാര് തന്നെ. ഞാൻ റെഡി ആയിക്കോട്ടെ. നോക്കടാ നോക്കടാ, ഞാൻ കണ്ണറെ കണ്ടോണ്ടിരിക്കില്ലടാ. നോക്കുന്നുണ്ട്.
വായി നോക്കിയാൽ വന്നിട്ടുണ്ട്. അമ്മൂമ്മ അമ്മൂമ്മ അമ്മ 9 മണിയുടെ കണ്ണഞ്ചിറ ബസ് പോയാ? ഏത് എണ്ണയാ തേച്ചെന്ന് ചോദിക്കണ്ടല്ലോ. നല്ല കൈതോന്നിയുടെ മണം തുടങ്ങിയടി. തോന്നി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. ഇവന്മാർക്കൊരു പണി കൊടുക്കണ. പണിയല്ലേ, ഞാൻ കൊടുത്തോളാം. അമ്മൂമ്മേ, ഇപ്പൊ ഈ പാടിയില്ലേ, അത് അമ്മൂമ്മയെ പറ്റിയാ. ഓ, അമ്മൂമ്മയെ പറ്റി. ആന്നോടാ മക്കളെ, ഇന്ന് രാവിലെ ഞാൻ കയ്യോന്നിട്ട് കാച്ചി എണ്ണ തേച്ചടാ കുളിച്ചത്. സത്യമാടാ മക്കളെ. എന്തിന്റെ കുഴപ്പമാടാ കിളവിക്ക്? എന്താടാ വിളിച്ചത്? കിളവിന്നോ? മണി പോലെ ഓടി നടക്കുന്ന എന്നെ നീ കിളവിന്ന് വിളിച്ചോ? നിന്റെ തള്ളയാടാ കിളവി. എന്റെ മുടി മണപ്പിക്കാൻ നീ ആരാടാ? പോലീസ് നായയോ? നായ എന്തൊരു കേൾവി ശക്തി പന്നി കിളവിക്ക്. എന്തോടാ? എടാ, നീ എന്താ വിളിച്ചത്? എന്നെ പന്നിന്ന് വിളിച്ചോ? ഓഹോ, ഇനി നീ വാതറന്ന ഈ മണ്ണ് നിന്റെ അണ്ണാക്കിലിട്ട് തരും കേട്ടോടാ. നശിച്ചവനെ, എന്നെ പന്നിന്ന് വിളിച്ചതിന് നീ അനുഭവിക്കോടാ. പണ്ടാരോടെങ്കിൽ നാശങ്ങളെ നീയൊക്കെ നശിച്ചു പോവടാ. തലതെറിച്ചോമാര്. വല്ലാത്തൊരു തള്ള തന്നെ തന്നെ. സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച റാണിയായിരുന്നു. അമ്മൂമ്മ തെറ്റിദ്ധരിച്ചതാ. ഓ, നീയൊക്കെ വലിയ മണപ്പീരുകാരല്ലേ? അമ്മൂമ്മ നിന്നെയൊക്കെ എന്തൊക്കെയോ വിളിച്ചായിരുന്നല്ലോ. എന്തോന്നടി? നോക്ക്, കറക്റ്റ് ടൈമിങ്, കറക്റ്റ് കോര. ഈ സമയത്ത് പട്ടി ഇവിടെ നിന്ന് കയറി വന്നോ? ഒരേ കുടുംബക്കാരാണെന്നേ പറയൂ. ജോണേളിയാ, ഇന്നത്തെ ദിവസം നിന്റെ അത്ര പൊളിയല്ല. ആരെയാടാ നമ്മൾ ഇന്ന് കണിയേണ്ടത്? ഒറ്റമൈനയാടാ ഇന്ന് ഞാൻ കണിയേണ്ടത്. ആ കൊള്ളാം, ചുമ്മാ അല്ല നമുക്ക് പണി കിട്ടിയത്. കൊറേ നാളായി സഹിക്കുന്നു ശല്യവും തോന്നിയാസവും. ആ അമ്മൂമ്മ തന്നിട്ട് പോയതേ വെറും കാർബൺ കോപ്പിയാ. ഒറിജിനൽ ദേ വരുന്നുണ്ട്. ഇത് മറ്റോമാരില്ലേ? അണ്ണാ, രണ്ടിനെ ശരിയാക്കണം. എന്താടാ? അയ്യോ, എടാ എടാ എടാ, നീ ഇങ്ങോട്ട് നോക്കി. പിന്നെ സംഗതി പന്തികേടാണ് തോന്നുന്നത്. പോലീസ് പണി കിട്ടിയ ജോണേ? കിട്ടീന്നാ തോന്നുന്നേ. ഇനിയിപ്പ എന്താ ചെയ്യാ? പൂവാലന്മാര്, ഇവന്റെയൊക്കെ പൂവും കായും അങ്കവാലും ഒക്കെ ഞാൻ ഇന്ന് മുറിക്കും. ബേബി റാസ്കൽസ്. എന്താടാ നിന്റെയൊക്കെ പേര്? പറയടാ. ജോൺ. നിന്റെ? ജോസഫ്. ഇവന്മാരെ നമ്മുടെ ട്രിനിറ്റി കോളേജിലെ പിള്ളേരാ സാറേ. അവിടെ ദൂരെ നിന്ന് പഠിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ റെസിഡൻഷ്യൽ പാരൽ കോളേജ്. ഞാൻ പോട്ടെ. എങ്ങോട്ട്? ഇവനെ എടുത്താത്തിട്. സാറേ, ദാമോദര സാർ വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു? പിള്ളേരെ വിടാനാ പറയുന്നത്. ശരി, അവരുടെ അടുത്ത് പോയി സംസാരിക്കും. ദാമോദര സാറിന്റെ കൊച്ചുമോൾ റാണി. അതെ, ഇത് അണ്ണന്മാരാ. സുരേഷ്, രമേഷ്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട വിധം എസ്ഐയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്താടാ ഒരു കള്ളലക്ഷണം? ഇങ്ങോട്ട് മാറിക്കടാ. എടാ, ഇങ്ങോട്ട് മാറിക്കടാ. അവിടെ ഇരിക്കടാ. എന്താടാ ഇരിക്കാനൊരു പ്രയാസം? മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടാ? എന്തരില്ലെന്ന്? കുരുവില്ലെന്ന്? അതാ എന്താടാ ഒരു വിമ്മിട്ടം? ബേബി റാസ്കൽസ്. ഇവന്മാരെ ഒന്ന് തപ്പി നോക്ക്. ഇവന്മാരെ ഷർട്ടും പാന്റും എല്ലാം അഴിക്കണം. വല്ല ബോംബോ കൊടച്ചക്രം ഉണ്ടെന്ന് ആർക്കറിയാം? ഒന്നുമില്ല സാറേ, ഞങ്ങൾ അഴിച്ചോളാം. അഴിക്കേ. അഴിച്ചു. അഴിക്കടാ. അഴിച്ചു സാർ. ഈ കുട്ടൻ നേരത്താണ് നിന്റെ ഒക്കെ കളി.
ഞാൻ പാൻറ്റുകളോട് അഴിച്ചങ്ങോട്ട് മാറ്റിയിട്. പെട്ടെന്ന് ആടറ. റാണി കണ്ട് ജട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടാടാ. എന്താടാ ഇത്? എല്ലാം കണ്ട്. എവിടെന്നാടാ ഇത്? സാർ വീട്ടിൽ നിന്നാ. എന്തിനാ അരിയിൽ കൊടുക്കുന്നേ? സാർ റബ്ബർ ഷീറ്റുമായിട്ട് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവന്മാർ രക്ഷ തരത്തില്ല. പിന്നെ ഷീറ്റാണെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പപ്പ എറിയും, പണി കിട്ടും. ST സ്റ്റുഡൻസ് ടിക്കറ്റ് 10 പൈസ കൊടുത്ത് 10 കിലോ റബ്ബർ കിടത്തുക. 10 പൈസ സാർ, 20 പൈസ. ഓഹോ, 20 പൈസക്ക് 10 കിലോ റബ്ബർ കൊള്ളാം. പഠനത്തോടൊപ്പം കള്ളക്കടത്തും. എന്തരടായിട്ട് ഞരടണത്? എന്താടാ അത്? എന്റെ കൈ വിരുവിരാന്ന് വരികയാണ്. വണ്ടിക്ക് എന്താ വില? കൊടുക്കാനാ വാങ്ങിക്കാനാ? ആ കൊടുക്കാൻ. വലുതാ ചെറുതാടാ? ഒന്ന് കാണിച്ചാണ്. കാണിച്ചെടുക്ക റാഫിളിയാ, കാക്ക കാണട്ടെ. ഇങ്ങോട്ടിരി, നോക്കട്ടെ നോക്കട്ടെ. നോക്കിക്കോ. എടാ ഇത് പിഞ്ചല്ലേടാ? ആര് പറഞ്ഞു മുറ്റിയില്ലെന്ന്? നല്ലോണം പിടിച്ചു. നല്ല മുറ്റിയതാ. എന്റെ ഇത്താനേത് പിഞ്ചാണ്? നീ ഉണക്കെടുത്തോണ്ട് വന്നതാ? ഇയാൾക്ക് കൊടുക്കണ്ട. നമ്മളിത് എവിടെന്നോ മോട്ടിച്ചോണ്ടെന്നുള്ള രീതിയില്ല ഇയാൾ സംസാരിക്കുന്നത്. വില ഉറയ്ക്കാനുള്ള ഇയാളുടെ അടവ. നമ്മളിത് ഇത്രയും കഷ്ടപ്പെട്ട് മോട്ടിച്ച് ആരെയും കണ്ണപ്പെടാതെ ചന്തയിൽ എത്തിച്ച പാട് നമുക്ക് 3 പേർക്കും പിന്നെ ദൈവത്തിന് മാത്രമേ അറിയൂ. തൽക്കാലം ഇത് ഇയാൾക്ക് കൊടുക്കണ്ട. നമ്മൾ അണ്ടി വാങ്ങിക്കാനുള്ള ഭാഗ്യം ഈ കാക്കാക്കിന്നില്ല. വാണി വാളിയാ ഇയാൾക്ക് കൊടുക്കണ്ട. 10-20 കിലോ 16. കൊടുക്കണ്ടല്ലേ? 16 പോയി. കാക്കയ്ക്ക് എന്നാ ശരിയാവൂല. വാടാ മക്കളെ, വിളിച്ചിട്ട് കാര്യമില്ല കാക്ക. ഈ അണ്ടി കാക്കയ്ക്ക് കിട്ടൂല. ഇതിനൊരു വഴുവഴുപ്പുണ്ട്. എല്ലാം നല്ലതല്ല. പൊട്ടയണ്ടി ഉണ്ട്. നോക്കട്ടെ. സാധനം തിരക്കേടില്ല. കിലോയ്ക്ക് ഒരു 16 രൂപ. അത് കുറവാ. അതുപോലെ ഒരു 20 രൂപയെങ്കിലും വേണം. 20? നല്ല മുറ്റിയതാണ്. എല്ലാം ഉണക്കയാ. മാമൻ വേണമെങ്കിൽ നോക്കിയോ. ഉണക്കൊക്കെ കണക്ക് തന്നെ. 20 രൂപയ്ക്ക് മാമ മേടിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ മുളകും തരാം. കുരുവോളം ഉണ്ടോ? എവിടെ നോക്കട്ടെ. പിടിച്ചോ. ശീലേനയുടെ ഇരുന്ന ഒന്നും നോക്കണ്ട മാമ, നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയാ. സാധനം കുഴപ്പമില്ല. ഒട്ടും കുറച്ചിട്ടില്ല കേട്ടാ. പൈസ കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം എനിക്ക് തന്നെ തരണേ. ഇങ്ങനെയാണെങ്കിൽ ഓ മാമനെ തരൂ. ആളവിടെ ഇരിപ്പുണ്ട്. കേറി ചെല്ലാം. എത്ര എണ്ണം? 3 എണ്ണം കേക്കാ. എടു നോക്കട്ടെ. വലിച്ചടാ. വലി. അളിയാ ജെട്ടിയിലെ ഇലാസ്റ്റിക് പൊട്ടിപ്പോയി. സാരമില്ല അളിയാ, തൽക്കാലം ഒരു പോക്കറ്റ് കിട്ടും. നമുക്ക് ആ മടവൂർ പാറ പോണ വഴി കളയാം. ശരിയാ. നീ ചുരുട്ടി വെക്കി, ബാക്കി പിന്നെ നോക്കാം. ഇനി ഞാൻ ജീവിതത്തിൽ ഷെഡ് ഇടൂല. ഇങ്ങനെ കണ്ണുരുട്ടണോ? പണ്ട് പോലീസിലായിരുന്നോ എന്തോ. ആ 3 ഷീറ്റ് ഉണ്ട്. ഒരു ഷീറ്റിന് 60 രൂപ വെച്ച് 150 രൂപ വരും. ഓ ഇവിടെ മടവൂർ പാറയ്ക്ക് കയറാനുള്ളത്. ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് കയറാം. ഇല്ലെങ്കിൽ ഊപ്പാട് വരും. ശരിയാണ്. അത് നല്ല ഐഡിയ. എടാ നിന്റെ വള്ളി പൊട്ടി ജെട്ടി എന്ത് ചെയ്യും? പോക്കറ്റിൽ നിന്ന് ജട്ടി എടുക്ക്. കള ഏറി പോട്ട് പുല്ല്. ഇതിന്റെ അവസാനത്തെ ജട്ടി പാടാ. ഇനി ഒരു ചായ കുടിക്കാം. നല്ല വാഴക്കാപ്പത്തിന്റെ മണം. അമ്മച്ചി ചായ ഉണ്ടോ? അത് നിങ്ങൾക്കൊരു ചായ കൊടുത്തേ. നേരത്തെ വന്നല്ലേ? അമ്മച്ചി വെയില് താഴുമ്പോഴാ ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങണത്.
നിങ്ങൾ എവിടെ നാക്കളെ? ഞങ്ങളങ്ങ് മധുരനാ. മധുരയോ? മധുരങ്ങ വടക്കം കൊണ്ടല്ലേ? അത് തമിഴ്നാട്ടിലെങ്ങാണ്ടല്ലേ? ആ അത് തന്നെ. അത് മധുര, ഇത് മധുര. ആണോ? കൊല്ലം ജില്ലയിലെ മധുര. എവിടെ എന്തോ? നമ്മുടെ കടക്കലിനടുത്ത് സഖാവ് കടക്കൽ ചന്ദ്രൻ കേട്ടിട്ടില്ലേ? ഇല്ല മക്കളെ. അദ്ദേഹത്തിന്റെ വീടിനടുത്താ. ഓ അറിഞ്ഞൂടാ. ഓരോന്നിടത്ത് കഴിക്കും മക്കളെ. നിങ്ങളെ നാട്ടില് സുഖേൻ എന്നാണോ ഇതിന്റെ പേര്? സുഖിയനെന്ന് അല്ലമ്മച്ചി മോദകം. കേട്ടാമ്മച്ചി, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പയറസഞ്ചി എന്നാ പറയുന്നത്. അത് ശരി, പയറ് സഞ്ചിയാ? അത് കൊള്ളാല്ല. ആ ചൂടുണ്ട് മക്കളെ. എത്രയാ അമ്മച്ചി? 3 രൂപ. മാമന്റെ കൊടുറ. ഒരെണ്ണ ഇതിനകത്ത് കിടക്കട്ടെ. ഈ പൈല കൊള്ളാല്ലേ? എന്താ കച്ചവടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി? ഒരു പരാതി തരാൻ വന്നതാ. അല്ലോ പഠിച്ചോനി. എന്താ? അതെ സാറേ, എൻ്റെ പേര് സുൽത്താൻ. കല്ലറയിൽ നിന്നാണ് ഞാൻ ഓറഞ്ച് വാങ്ങണത്. ബസ്സിന് മുകളിലാണ് കൂടെ വെക്കണത്. സാറേ, പാങ്ങോട് വരെ ഓറഞ്ച് കൂടെ ബസ്സിന് മുകളിലുണ്ടായിരുന്നു. ബസ് കടക്കെ എത്തിയപ്പോഴാണ് എൻ്റെ ഓറഞ്ച് കൂടെ സാർ മോഷണം പോയതായിട്ട് ഞാൻ അറിഞ്ഞത്. മധുര ട്രിനിറ്റി കോളേജ് പഠിക്കണ ഏതോ കറാൻ പറഞ്ഞ പിള്ളേർ മോട്ടിച്ചതാ സാറേ. രണ്ടെണ്ണം ഇറങ്ങി വാ, കാക്ക കാണട്ടെ. എന്താടാ ഒരു ഊള നോട്ടം? നേരെ എന്നോട് യവന്മാര് വല്ലാണ്. സൂക്ഷിച്ച് നോക്കിക്കോ, ഒടുക്കം കാണാൻ കൂടാ പറയല്ലോ. യവന്മാരാണോ എന്ന് ചോദിച്ചാ ഇല്ല സാറേ, ഞാൻ നേരി കണ്ടില്ല. പൗഡർ കേസിന്റെ കൂടെ അടുത്ത മോഷണ കേസ് കൂടെ. ആ അവന്റെ സാധനം സൂക്ഷിച്ചില്ലെങ്കിൽ കണ്ടവന്മാരെടുത്തോണ്ട് പോകും. കാലം അതാണ്. കണ്ടതുപോലെ യവന്മാര് തന്നെ. ചെല്ലു കാക്ക, പോയി ഒരു പരാതി എഴുതി കൊണ്ടുപോവാ. ശരി സാർ. മാറിക്കിടങ്ങോട്ട്. കാക്കേരെ 3 ആറഞ്ച് നോക്കലല്ലേ പോലീസിന്റെ പണി. കൊണ്ടുപോയവന്മാരെപ്പോഴേ ജ്യൂസ് അടിച്ച് കുടിച്ചു കാണും. നാളെയാ, ഇനി നീ വച്ചോ. അവളെ എങ്ങും കാണുന്നില്ലല്ലോ. എവിടെ പോയി? നീ വിഷമിക്കണ്ടേ, അവളെവിടെയെങ്കിലും കാണും. നിന്റെ സമയം പിന്നെ നീ നിന്റെ വേണ്ടപ്പെട്ടവർ കൊടുത്താ ഞാൻ കുഴയോടാ. ബിനു അളിയാ. ശരി ശരി, ഞാൻ നിർത്തി. അവള് വരുന്നതിന് മുമ്പ് എല്ലാം തീരേ ഉള്ളു. റാണി, ആഹാ, ഇതേ ഇവന്റെ അപ്പന്റെ തെങ്കാശിയിലുള്ള ഓറഞ്ച് തോട്ടത്ത് കുറച്ച് നല്ല സൂപ്പർ ഓറഞ്ചാണ്. ഒട്ടും പുളിപ്പില്ല, നല്ല മധുരമുള്ള ഓറഞ്ച്. ഒരെണ്ണം കഴിച്ചു നോക്ക്. ഓറഞ്ച് നിർത്ത്. ജോസഫേ, ഒരു ഓറഞ്ചാടാ. ഓറഞ്ചാ? എന്നാടേ എന്റെ അപ്പം തെങ്കാശിയിൽ പുതിയ ഓറഞ്ച് ഓട്ടം വാങ്ങിച്ചത്? 2 കുളത്തിലായിട്ട് ഇറങ്ങിയേക്കാണ്. എവിടെ നിന്നാ കട്ടോണ്ട് വന്നത്? കട്ടോണ്ട് വന്നതാ? പോടാ. ഇതേ കഴിഞ്ഞ മാസം തുടങ്ങിയ തോട്ടം ഉണ്ടായിരിക്കും, നീ അറിയാത്തത്. എങ്ങനെ? കരുണ, സംഭവം നിങ്ങൾ കീരിയും പാമ്പും ഒക്കെ തന്നെ. പക്ഷെ നീ എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ശരി. അവൻ ആ റാണിയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അവക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവനൊരു ഒളുപ്പുമില്ല. സഖാവ് ദാമോദരന്റെ കൊച്ചുമോളാണ് അവള്. ജോണിലുള്ള ജിമിട്ടം പണി വരുന്നതേ ഉള്ളൂ. പണി മേടിച്ച തന്നെ. എന്തോ നാടി ദേവിക്ക് കർണന്റെ അടുത്ത് ഒരു കുശലം പറച്ചില്. ജോണിനെ സഹായിക്കാൻ പറഞ്ഞതാടി. ജെറി, വല്ലവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്തിത്ര താല്പര്യം? വിട്ടുപിടി. മോഷണ മുതലല്ല കേട്ടോ. നീ വീട്ടിൽ കൊണ്ട് നീ ഇപ്പോഴേ ആർക്കും എടുത്ത് കൊടുക്കില്ലടാ. അതെ, ഓറഞ്ച് മാത്രമല്ല, നല്ല മുന്തിരിയുണ്ട് ജോണിന്റെ അപ്പന്റെ തോട്ടത്തില്. അടുത്ത പ്രാവശ്യം വരുമ്പോഴേ അരിയില്ലാത്ത മുഴുത്ത മുന്തിരിയിട്ട് വരാം. മതി അളിയാ, തൽക്കാലം ഈ ഓറഞ്ച് കൊണ്ട് തുടങ്ങാം. ആഹാ, കൊള്ളാലോ അളിയാ, സൂപ്പർ. എടാ അളിയാ, നീ നോക്കിക്കോ, ഒരു നാള് ഞാനും ഒരു സംവിധായകനാവും. അന്ന് ഇതുപോലൊരു രംഗം ഞാൻ എടുക്കും. നടക്കണ കാര്യം പറയാളിയാ. എടാ ജോസഫേ, നീ റാസൽ കൈമ എന്ന് കേട്ടിട്ടുണ്ടോ? റാസൽ കൈമ
കൈമോറ്റ ബിരിയാണി തരിയല്ലേ? അല്ല അതല്ല, ഞാൻ പറയാം കേട്ടോ. അങ്ങ് ദൂരെ അറബിക്കാക്കാന്റെ നാട്ടിൽ 7 കടലുകൾക്കും അപ്പുറം അവിടെ പോയി കുറെ ദീർഘമൊക്കെ ഉണ്ടാക്കി ഞാൻ തിരിച്ചു വരും. എന്നിട്ട് നിന്നെ നായകനാക്കി ഞാനൊരു സിനിമ ചെയ്യും. അപ്പൊ ഈ സ്ഥാനത്ത് നീ ആയിരിക്കും ഒളിയാ നായകൻ. സത്യം തന്നെയാ. നിന്റെ നാവ് പൊന്നാവട്ടെ. താങ്ക്സ്. മഞ്ഞുമൂടിയ താഴ്വരയിൽ കുഞ്ഞു പൂവിനെ തേടിയൊരാൾ പാറി വന്നതലമർമരങ്ങളിൽ അണിവാകപ്പോൾ മണിശാഖിയേ വഴിയാരൊരാൾ മീട്ടുന്നപ്പോ മെയ്യിൽ മുത്തമിട്ട് മായും മീറൻ പോനിലാവിൻ തൂവലുണ്ടോ? കയ്യിൽ തൊട്ട് തൊട്ട് മോഹം ചാറും മാരിവില്ലിൻ പീലിയുണ്ടോ? ദൂരെ മഴക്കാട്ടിലെ മുളമേയും പുൽക്കൂട്ടിലെ ഏതോ കിളിപ്പാട്ടിലെ മലർവീലായി നീട്ടുന്നപ്പോൾ നിന്റെ കൺകൂട്ടിൽ ഈണങ്ങളാൽ പൊൻകിനാമൈന തേങ്ങുന്നു. മഞ്ഞുമൂടിയ താഴ്വരയിൽ കുഞ്ഞു പൂവിനെ തേടിയൊരാൾ നെഞ്ചിൽ മെല്ലെ മെല്ലെ പായും സായം കായലായി ജീവനേ നീ. തഞ്ചി കുഞ്ചി കുഞ്ചിയോളം നീളും നാളമാലെ പ്രാണനേ നീ. മായാ നിറജാലമായി തഴുകാമോ നൂൽവാരിയേ? മഞ്ഞിന്റെ കൂടാരത്തിൽ വെണ്ണിലാക്കാറ്റ് മോളുന്നു. മഞ്ഞുമൂടിയ താഴ്വരയിൽ കുഞ്ഞു പൂവിനെ തേടിയൊരാൾ പാറി വന്നതലമർമരങ്ങളിൽ അണിവാകപ്പോ മണിശാഖിയേ വഴിയാരോ
ആദ്യകാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളികൾ തളിർത്ത് പൂടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അവിടെ വച്ച് ഞാൻ നിനക്കെന്റെ പ്രണയം വാരിക്കോരി തരും എന്നല്ലേ അളിയാ നീ പറയാൻ വന്നേ? അവളോട് പറയാൻ സ്വന്തമായിട്ടൊരു വരി പോലും അറിയാത്ത നീ ഒരു കട്ട പരാജയമാണല്ലോടാ അളിയാ. കള്ളം പറഞ്ഞു. എന്താണ് ഇത്? കഞ്ചാവ്? മോഷണവും കഞ്ചാവടിയും പിന്നെ കഞ്ചാവ് കച്ചവടവും അല്ലേടാ? എന്റെ പൊന്നു സാറേ, ഞങ്ങള് കഞ്ചാവ് കച്ചവടക്കാരല്ല. ഇത് കഞ്ചാവല്ല. ഇന്ന് വരെ ഒരു പീടി പോലും വലിച്ചിട്ടില്ല സാറേ. അയ്യടാ, മക്കള് വലിച്ചിട്ടേ ഇല്ല. ഇല്ല. യോമാർ രണ്ടും നല്ല അഭ്യാസികളാണ് കേട്ടോടോ. അടിച്ചു നോക്ക് സാറേ. ഇത് കഞ്ചാവല്ല. അല്ലേ? ഇത് മറ്റേ പുതിയ സാധനമാ. പൊടി പൊടി പൗഡർ. പൗഡറാ? ഇല വിട്ടിട്ടിപ്പോ പൊടിയിലാണല്ലേ കമ്പം. എന്റെ അടുത്ത് നീ കള്ളം പറഞ്ഞല്ലടാ ബേബി റാസ്കൽ. അയ്യോ എന്റെ അമ്മച്ചേ. ചവിട്ടല്ലേ ഞാനൊരു സ്വപ്നം കണ്ട് തറയെ വീണു പോയതാ. എന്നെ ഒന്ന് പിടിച്ചെണീപ്പീര്. അടുത്തതായി ആൺകുട്ടികളുടെ ചാക്കിൽ കയറി ഓട്ട മത്സരമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞാലുടൻ ഉറിയടി മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. ഉറിയടി മത്സരത്തിന് ഇനിയും പേര് കൊടുക്കാനുള്ളവർക്ക് അവസാന അവസരമാണിത്. ചാക്കിൽ കയറി ഓട്ട മത്സരത്തിന് പേര് തന്നിട്ടുള്ളവർ കരുണൻ, വിനയൻ, റാഫി, ബിനുകുമാർ. എന്താ പോന്നില്ലേ നീ? ഈ പറഞ്ഞ പറ്റത്തില്ല. എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം? എന്താടാ ടീച്ചർ ഈ പടം എന്താ പറ്റാത്ത? ആനെ കിട്ടുന്ന പടം കൊണ്ടാണ് പിള്ളേരെ ഒലിപ്പിക്കുന്നത്. ഓക്കെ, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. വിനയ വാ. ഇതേ സമ്മതിക്കത്തില്ല. വാ. ടീച്ചർ വിളിച്ചോണ്ട് ഞാൻ ഇപ്പൊ പോന്നു. അവിടെ പോയി ചെറിയ വടവിട്. ഞാൻ പറഞ്ഞിട്ടേ തുടങ്ങാവൂ. രണ്ട് സൈഡും റെഡി റെഡിയാണോ? വടം പൊട്ടിയതാണോ അതോ പൊട്ടിച്ചതാണോ? സാധ്യതയുണ്ട്. എടി, ആ കോഴി വിനിയം വരുന്നുണ്ട്. ഇവന്മാര് ഉറിയടിക്ക് പേര് കൊടുത്തിട്ട് മുങ്ങി അടക്കണല്ലോ. കോഴിയല്ലടി, പട്ടാളോ. ഇവന്റെ കാര്യത്തിൽ രണ്ടും ഒന്നൊക്കെ തന്നെ. സത്യം തന്നെടി, സ്വഭാവം കള്ളന്റേതും എന്നാ പോലീസാണം പോലും. അതിലടി ഞാൻ ഇന്നലെ കണ്ടതാ. ഇവനെയാ ആറ്റുകരയിലെ പച്ചിലക്കിടയിൽ ഇരുന്ന് പെമ്പിള്ളാരെ വായി നോക്കുന്നത്. ആർക്കറിയാം വായി നോട്ടാണോ ഒളിഞ്ഞോട്ടാണോ? എന്താ എല്ലാരും ഉണ്ടല്ലോ. എന്താ പരിപാടി? എന്താടി ദേവിക, സുഖമല്ലേ നിനക്ക്? പെമ്പിള്ളാരെ ഒന്നിനെയും വെറുതെ വിടത്തില്ല. നിനക്കൊരു പണിയില്ലേ വിനയാ? പണി നോക്കടാ. നീ ഇങ്ങ് വന്നടാ. നീ ഒന്നും പോകുന്നില്ല. ഡിയാനാമേ, ഇവനവിടെ പോവാനാ? അന്നാമ പെണ്ണെ വടി, നിന്നെ ഞാൻ കൊണ്ടുപോകാം. പൊന്നോലെ നോക്കിക്കൊള്ളാടി. കോഴി നീ പോടമറി, ജോലി നീ നോക്ക്, വേറെ മോന്തേരെ ശീപ്പ് മാറ്റും ഞാൻ. നീ പോകണ വഴി അറിയാ, നീ ഉറങ്ങണ വീടറിയാ, നിന്റെ കൂടെ പോരട്ടെ ഞാൻ അന്നാമേ. നീ വിട്ടുപിടി, തല്ലുകൊള്ളാൻ നേരമായി. നിന്റെ കാര്യം പോക്ക് തന്നട പെൺകോന്ത. പെൺകോന്ന നിന്റെ
പോടാ മരമാക്കറി പട്ടാളം. പട്ടാളം നിന്റെ മൂപ്പിലാനെ പോയി. പട്ടാളം എന്ന് പറയുമ്പോ എന്താണ് നിനക്ക് ഇത്ര പുച്ഛം? രാവെന്നോ പകലെന്നോ ചൂടുന്നോ തണുപ്പെന്നോ നോക്കാതെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ച ഒരു പട്ടാളക്കാരനല്ലേടാ നിന്റെ അച്ഛനും. രാജ്യത്തെ വെട്ടിപ്പിളർക്കാൻ ഭീകരവാദവുമായി വരുന്ന രാജ്യത്തിന്റെ സേനയിൽ പോയി ചേരാൻ നോക്കടാ. ഇത് നമ്മളെ വിഷയത്തിലല്ലയാ. ബാ ഇത് അവന്മാര് നോക്കിയോളൂ. ഡാ പോണ്ടേ, നമ്മളെ സുരേഷണ്ണം കാത്തിരിക്കും. PDC-കാരെ നമുക്കൊക്കെ ഇച്ചിരി വില കിട്ടി തുടങ്ങിയതേ അണ്ണന്റെ കൂടെ കൂടിയിട്ടാ. അണ്ണൻ ഒരുപാട് വർഷം ട്രിനിറ്റി പഠിച്ചോണ്ടേ അണ്ണനെ എല്ലാവർക്കും അറിയാം. പെൺപിള്ളേരുടെ ഇടയിലെ അണ്ണനൊരു ഹീറോയാ. സത്യം. അണ്ണന്റെ ആ ലുക്കും ആ പ്രസരിപ്പും. അണ്ണൻ ഈസ് ഹീറോ, ദ റിയൽ ഹീറോ. ശരിയല്ലേ ജോസഫേ? പിന്നല്ലാതെ ഒരെണ്ണ ഒഴി അണ്ണ മാറ്റടാ. എന്തരണ്ണ കണ്ടോ അണ്ണന്റെ അടി നല്ല സ്റ്റൈലാണല്ലേ. കൊള്ളാന്ന് തോന്നേട്ടാ. ഇത് അടപ്പിലാണ് അതിന്റെ ഒരു കണക്ക്. പിടി. അതന്നെ. അടി. ഒരട്ട്. പെണ്ണില് ഞാനൊരു ഭാവി കാണുന്നുണ്ട്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഉറിയടി മത്സരമാണ്. ഉറിയടി മത്സരം നിയന്ത്രിക്കുന്നത് നകുല സ്റ്റോർ നകുലൻ. മഹാഭാരതത്തിലെ മാദ്രിയുടെ മകൻ നകുലനല്ല, നകുല സ്റ്റോർ ഉടമ നകുലൻ. സംഗതി കൊള്ളാം. നാക്ക് കുഴഞ്ഞു പോണ്. അതാണ് അതിന്റെ ഒരു സുഖം. താനെങ്ങനെയുണ്ട് അണ്ണ? അണ്ണ സൂപ്പർ അണ്ണ, സൂപ്പർ. സൂപ്പർ എന്നാ എക്സ്ട്രാ സൂപ്പർ. അതാണ് എക്സ്ട്രാ സൂപ്പർ എന്ന് പറഞ്ഞ മൂന്നടപ്പടിച്ചപ്പോഴന്മാരൊക്കെ മൂക്ക് കുത്തിയ ചുമ്മാരുടെ ആംബുലൻസ്. ഇറങ്ങിയില്ല ഇയാൾ അവിടെ ഇട്ട് തടവണ എന്തായിരുന്നു? സാർ നല്ല ഫിറ്റാ സാറേ, കയ്യിലൊരു കുപ്പിയുണ്ട്. സാറേ ഇവരെ സ്റ്റുഡന്റ് ആണെന്നാ പറയുന്നത്, പക്ഷെ നോട്ടത്തിൽ പോകത്തില്ല, എന്തോ പന്തിയോടുണ്ട്. കേരടാ അങ്ങോട്ട്, ഇങ്ങോട്ട് നില്ലടാ. നിക്കടാ അവിടെ. സുരേഷ് ചാരായ നിരോധനം വരുന്നതിന് മുന്നേ വാറ്റു ചാരായത്തിനായിരുന്നു ഡിമാൻഡ്. ഇപ്പോൾ സ്പിരിറ്റിനും. എവിടെ നിന്നാണോ നിനക്ക് സ്പിരിറ്റ് കിട്ടിയത്? അത് സ്പിരിറ്റ് അല്ല സാറേ, എനിക്ക് കുടിക്കാനുള്ളതാ. ചാരായം അല്ലേ നിരോധിച്ചിട്ടുള്ളൂ, അത് വട്ടയാ. 300 മില്ലി പോലും തികച്ചു വരത്തില്ല. ഒരു സാധാരണക്കാരന് സ്വന്തം ആവശ്യത്തിന് സ്വന്തമായി നിർമ്മിക്കുന്ന 300 മില്ലി പട്ട വരെ കൈ വയ്യ. അതാണ് പുതിയ നിയമം. ഞാനേ PDC പാസ്സായവനാ. ഓ അപ്പൊ അവന് മാറ്റാന്ന്. PDC is not such a small degree. ഓ പിന്നെ എന്തിനാ പോലീസുകാരോ എന്നെ വെറുതെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നേ? വിട് സാറേ. PDC പാസ്സായവനല്ലേ? PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവന് മുട്ട അറിവ് കാണും. കുറച്ച് നിയമം പഠിച്ചാ പെൻഷൻ ആവുമ്പോ ചിലപ്പോ എനിക്ക് അത് ഗുണപ്പെട്ടേ. പിന്നെ കൊണ്ടുവാ. നമ്മളെ പേര് പറയൂ. പൂവാല ശല്യം, റബ്ബർ മോഷണം, കുരുമുളക് മോഷണം, പൗഡർ പ്രശ്നം, ഓറഞ്ച് മോഷണം,
ഇപ്പൊ ഇതാ അയ്യപ്പറടാ അമ്മമാരേട്ടാ കുഴപ്പമുണ്ട്. ഇനി എന്തൊക്കെ വരായിരിക്കുന്നു എന്റെ ഈശ്വര. തെളിയാത്തതെല്ലാം ഈ ഇടിയം കുട്ടന്മാര് തെളിയിക്കും. നമ്മുടെ കാര്യം സുരേഷണ്ണ പോലീസിനോട് പറഞ്ഞില്ല. കുടുംബത്തിൽ പറഞ്ഞവരങ്ങനെയാ. എന്തോ ഒരു ഇടി കൊണ്ടതാ. നമ്മുടെ പേര് ഒരു അടിയില്ല. ആ ഇടിയന്റെ സൈഡ് ഇടി കൊണ്ടതാണെന്ന് അണ്ണനെ കണ്ടാ പറയൂ. ഇത് സാധന സ്പിരിറ്റ് ആണ്. സാധാരണ സ്പിരിറ്റ് അല്ല, മോർച്ചറി സ്പിരിറ്റ്. നല്ല ഒന്നാം തരം വിഷം. മോർച്ചറിയിലെ ഡെഡ് ബോഡി പൊക്കി അതിന്റെ അടിയിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന സ്പിരിറ്റ് ആണ് ഇവൻ കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുക്കുന്നതും ഇവൻ കുടിക്കുന്നതും. എന്താടാ എന്തു പറ്റി? ഒന്നുമില്ല സാർ. പിന്നെ പഠിക്കാൻ ഇപ്പോൾ ചെറിയ ഒരു മോഹം തോന്നുന്നു സാർ. അതുകൊണ്ട് ചോദിക്കുകയാണ്. ചോദിച്ചോ. ഞങ്ങളെ വെറുതെ വിടാൻ പറ്റൂ? ഇല്ല അല്ലേ? മോനെ വിഷമിക്കണ്ട, ഞാനേ നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിടാം. പഠിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ? അതെ സാറേ. എല്ലാ പുസ്തകത്തിലും അച്ചടിച്ചു വെച്ചിട്ടുള്ള ആ പ്ലഡ്ജ് ഒന്ന് പറ, ഞാൻ കേക്കട്ടെ. സാറേ ഇവൻ പറയും. നിനക്കത് എന്താണെന്നറിയോ? അത് ഇന്ത്യൻ ഭരണഘടനയല്ലേ? അതാർക്കറിയാത്തത്? പിന്നെ അറിയാ. എന്താടാ? ഒന്നുമില്ല. നീയല്ലേ എന്ന് പറഞ്ഞത് പ്ലഡ്ജ് എല്ലാവർക്കും അറിയാന്ന്. എന്നിട്ട് നിനക്കറിഞ്ഞൂടല്ല? അത് പിന്നെ അറിയില്ലല്ലേ? ആ, ഇത് തന്നെടാ എല്ലാവന്റെയും കുഴപ്പം. എല്ലാവനും പറയും പ്ലഡ്ജ് അറിയാന്ന്, എന്നാ ഒരുത്തനും അറിയത്തില്ല. എന്റെ രാഷ്ട്രപിതാവേ, എന്നോട് പൊറുക്കണേ. അയ്യോ സാറേ, ഇന്ന് തന്നെ പോയി പഠിച്ചോളാം. അയ്യോ ഇടിക്കല്ലേ സാറേ. ജോസഫിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പ്രീ ഡിഗ്രി ഗ്രൂപ്പിൽ തമാശയ്ക്ക് അവനിട്ട ഫോട്ടോ ആരോ ഫോറസ്റ്റിന് അയച്ചു കൊടുത്തതാണ്. അതെ, ആരോ അവനെ ചതിച്ചു. ആരായിരിക്കും അത്? ഭർത്താവ് 18 വയസ്സ് മുതൽ പുകയില ചവയ്ക്കുമായിരുന്നു. അതുമൂലം ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ക്യാൻസർ എന്ന മാരക രോഗം അദ്ദേഹത്തിന് പിടിപെട്ടിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഏക വരുമാനം അദ്ദേഹത്തിന്റെ ജോലി മാത്രമാണ്. കുടുംബത്തിന്റെ ഭാവി എന്താകുമെന്നോർത്ത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പുകയില ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുഡ്ക, പാൻ മസാല പുകയില ജീവിതം നശിപ്പിക്കുന്നു. പുകയില ഇന്നേ ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 വിളിക്കുക. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. കാട്ടുപന്നിയെത്തിട്ട് സുഖിച്ചിരുന്ന് ഉറങ്ങുന്നതാ. ചവിട്ടി കൂട്ടും ഞങ്ങള്. കാട്ടുപന്നിയെ തിന്നുന്ന നാട്ടുപന്നി. എന്തോ കുറച്ചുകൂടെ വെള്ളം തടി. കൊല്ലം നിലമേലിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിച്ച കേസിൽ പ്രതിയായ ഭർത്താവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഗതാഗത വകുപ്പിന്റെ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ പിരിച്ചുവിടൽ ചരിത്രത്തിൽ ആദ്യമെന്നും സമൂഹത്തിനുള്ള സന്ദേശമാണ് നടപടിയെന്നും
എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കേസ് എങ്ങാനും മുറുകിയ നിലമേൽ കേസിൽ അരുണ് സംഭവിച്ച പോലെ വല്ലതൊക്കെ സംഭവിക്കും. സർവീസ് മാനുവൽ അനുസരിച്ച് ഇങ്ങേറെ ജോലിന്ന് പിരിച്ചെന്തായാലും വിടും. എന്റെ ഈശ്വര, ഞാനും മോനും പട്ടിണിയാവുമല്ലോ. ജോസഫ്. മുഴുവൻ പേര്? ജോസഫ് മാത്യു. മേൽവിലാസം? ചരുവിള വീട്, നെടുമങ്ങാട്. നെടുമങ്ങാട്. വയസ്സ്? 43. കാട്ടുപന്നിയെ കഴിക്കുക, എന്നിട്ട് അതിന്റെ ചിത്രം എടുത്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. താൻ ആള് കൊള്ളാലോടോ. എന്താന്ന് വെച്ചാ പറയും. സാറേ, പണ്ട് ഞങ്ങൾ ഈ ട്രിനിറ്റി കോളേജിൽ പ്രീഡിഗ്രി പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബ്രേക്കിന് മെസ്സിൽ നിന്ന് കിട്ടുന്ന ചമ്മന്തിയും ചോറും മാത്രമുള്ള ഉച്ചഭക്ഷണം ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള മീൻ വിഭവങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടുവന്ന് ഈ റാഫി ഞങ്ങളെ കാണിക്കും. ആഴ്ചതോറും ടിന്നിലടച്ച വിവിധതരം മീൻ വിഭവങ്ങൾ അവൻ്റെ പേര് കോളേജ് മെസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ ഏതോ ഒരു മാമ റാസൽ കേമയിൽ എവിടെയോ ഒരു മീൻ സ്റ്റാളിലെ ജോലിക്കാരനായിരുന്നു. ഈ റാഫി മീൻ വിഭവങ്ങൾ ആർക്കും കൊടുക്കാതെ മുഴുവൻ അവൻ ഒറ്റയ്ക്ക് കഴിക്കും. എന്നിട്ട് അതിന് സ്റ്റിക്കർ മറിച്ചുകൊണ്ട് വന്ന് സാറേ ഞങ്ങളെ കാണിക്കും. സത്യത്തിൽ അത് ഞങ്ങൾക്ക് കുറച്ച് വേദന ഉണ്ടാക്കിയിരുന്നു. അപ്പോ ഈ റാഫി പണ്ടേ കുഴപ്പക്കാരനായിരുന്നു അല്ലേടോ? സാർ, എന്നല്ല ഞാൻ പറഞ്ഞത്. ഇക്ക, റാഫിക്ക ഒന്ന് എഴുന്നേറ്റേ. എണീക്ക് റാഫിക്ക. റാഫിക്ക ഒന്ന് എണീറ്റേ. അതെ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ മറ്റോ ആണോ? പണ്ടേതോ കോളേജില് പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, അതിൽ കുറെ അഹങ്കാരി പെൺപിള്ളേരും പിന്നെ കുറെ പൂവാലന്മാര് ബാക്കി നടക്കാനും 10-26 വർഷങ്ങൾ ശേഷം വീണ്ടും പരിചയപ്പെടുന്നു, അതും വാട്സപ്പ് ഗ്രൂപ്പില്. ഇവറ്റകളൊക്കെ തപ്പിപ്പറക്കി അവളുണ്ടല്ലോ, ആ ഉണ്ടപ്പെണ്ണുമ്പിള്ള ജെറി, അവളെ സൂക്ഷിക്കണം. അവളെ മാത്രമല്ല, ആ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാ ഉള്ളമാരെയും സൂക്ഷിക്കണം. ഇവിടെ ഇപ്പോ എന്തുണ്ടായിന്ന? ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പൊക്കെ എന്തോരം ഉപയോഗപ്പെടുന്നുണ്ടെന്ന് അറിയോ? ഓ, ഉപയോഗം വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വയസ്സാം കാലത്ത് കെട്ടിയോനെയും മക്കളെയും കളഞ്ഞിട്ട് ഓരോരുത്തരും ഓടിപ്പോകുന്നു. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ആ കാണാത്തതാണോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? അവളെന്റെ കൈ കിട്ടലുണ്ടോ? വലിച്ചു കീറിഞ്ഞ അടുപ്പത്ത് വയ്ക്കും. പാവം ജെറി. എന്താ നിങ്ങൾ എന്താ പീറു വെറുക്കുന്നേ? ഒന്നുമില്ല, നീ വെറുതെ തെറ്റിദ്ധരിക്കുന്നയാ. അവക്ക് നിന്നെ എന്താ അഭിപ്രായം അറിയോ ജെറിക്ക്? വേണ്ട വേണ്ട, എന്നെ സൂചിപ്പിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ പോക്കത്ര ശരിയല്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, എല്ലാരും ന്യായീകരിക്കാൻ നടക്കുന്നു. ഹലോ. ഹലോ, റാഫി അല്ലേ? അതെ, ആരാ? ഇത് വെഞ്ഞാറോട് പോലീസ് സ്റ്റേഷൻ. എന്താ സാറേ? താനിത് എവിടെയാ? ഞാൻ വീട്ടില്. ഇയാള് സ്റ്റേഷൻ വരെ വരണം, CA ഒന്ന് കാണണം. എന്താ സാറേ കാര്യം? കാര്യം പറഞ്ഞാലേ വരൂ. കാര്യമൊക്കെ ഇവിടെ പറയാം. 1 മണിക്കൂറിനകം ഇവിടെ എത്തിയേക്കണം. ശരി സാർ. കാട്ടുപന്നിയെ കൊന്നു നിന്നപ്പെടുന്ന താൻ അറിഞ്ഞില്ലല്ലേ? ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചില കലാപരിപാടികൾ ഉണ്ടെന്നുള്ളത്. മിനിയേ, പെൻഡിങ് കേസിൽ ഏതെങ്കിലും കൂടി അവന്റെ തലയിലോട്ട് അങ്ങ് വെച്ചു കൊടുത്താലോ? വേണ്ടി വരും. അടിയിലൊന്നും ഇല്ലാത്തോണ്ടാ ഇയാളിപ്പോ ഉടുതുണി നിൽക്കുന്നേ, ഇല്ലെങ്കിൽ ജെട്ടിപ്പുറത്ത് നിർത്തിയേ. ജോസഫേ, ബാക്കി പറ. സാറേ, പഠിത്തം കഴിഞ്ഞ് റാഫി ദുബൈക്ക് പോയി. അപ്പോഴും ഈ പടങ്ങൾ അയക്കുന്ന സ്വഭാവം അവൻ നിർത്തിയിരുന്നില്ല. പണ്ട് നേരിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നെങ്കിൽ പിന്നീട് അത് വാട്സപ്പിലായി. അതും മീൻ വിഭവങ്ങൾ തന്നെ. മത്തിപ്പീര, മത്തി വറുത്തത്, ആഗോലി വറുത്തത്, മത്തിക്കറി, തേങ്ങ അരച്ചത്, മുളകിട്ടത്, പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചത്, പിന്നെ മത്തി അച്ചാറ് അല്ലേ, പിന്നെ ആഗോലി പൊള്ളിച്ചത്, പരവ, കൊഞ്ച്, ചെമ്മീൻ, കണവ എന്ന് വേണ്ട എല്ലാ മീൻ വിഭവങ്ങൾ തന്നെയായിരുന്നു അവൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഗ്രൂപ്പിലും നേരിട്ടും ഒക്കെ അയക്കുമായിരുന്നു. അതും ഇതും തമ്മിൽ എന്താണോ ബന്ധം? നിങ്ങൾ വന്യജീവി പട്ടികയിൽപ്പെട്ട കാട്ടുപന്നിയെ സൈക്കിൾ ബൗളിനെ ഉപയോഗിച്ച് കെണിയുണ്ടാക്കി അത് വെച്ച് പിടിച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്ന് ഇറച്ചി പൊട്ടി നുറുക്കി വൃത്തിയാക്കി വലിയ ചെമ്പിലിട്ട് ഭാര്യയുടെ സഹായത്തോടെ കാട്ടുപന്നി കറിയുണ്ടാക്കി അത് കഴിക്കുകയും കൂട്ടുകാരന് വിളമ്പുകയും ചെയ്തു. പോരാത്തതിന് അതിന്റെ ഫോട്ടോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണല്ലോ കേസ്.
പൊന്നു മോനെ ജോസഫേ, ജയിലിടിഞ്ഞു വീണാലും നീ പുറത്തു വരില്ല. സാർ, ഞാൻ ഈ റാഫി ഒന്ന് കൊതിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്താ. പിന്നെ ചേട്ടനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ പോണം. എടാ, നടന്ന എന്താണെന്ന് നീ സത്യസന്ധമായിട്ട് പറയണം. നീ കേസിൽ പെട്ടെന്ന് അറിഞ്ഞപ്പോ ചേട്ടൻ എന്തോ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഡാ, എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? നാടക തൊട്ടപ്പുറത്ത് ഇപ്പോൾ എനിക്കധികം സംസാരിക്കാൻ പറ്റൂല. എടാ, നിന്നെ ആ പഴയ ബിനുവായിട്ട് കാണാനാ എനിക്കിഷ്ടം. നിനക്കറിയോ, നമ്മുടെ ആ പഴയ കാലം പോലെയല്ല ഇപ്പോഴത്തെ കാലം. ചിരിച്ചുകൊണ്ട് കരയും, കരഞ്ഞുകൊണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്താ ബിനു നീ അത് അറിയാതെ പോയത്? ആ, നീ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, താങ്ക് യു ഡി. ആ, ശരി. ഓ, ഇനി ഇവിടുന്ന് ഫോറസ്റ്റുകാർ വന്ന് നിങ്ങളെ പുറത്തേക്ക് എഴുന്നള്ളിച്ചാലേ നിങ്ങൾ പുറത്തേക്ക് പോവുള്ളൂ. പോവല്ലേ? വാ, ഓ, നീ ഫ്രണ്ട് നടക്കങ്ങോട്ട്. ഓ, പിന്നെ പെണ്ണ് കാണാനല്ലേ പോകുന്നത്? പൂർവ്വ വിദ്യാർത്ഥി വാട്സാപ്പ് ഗ്രൂപ്പുകൾ പോലീസിന് തലവേദനയാകുന്നു. വെഞ്ഞാറമൂട്. പൂർവ്വ വിദ്യാർത്ഥി വാട്സാപ്പ് ഗ്രൂപ്പുകൾ കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുന്നതായി പരാതിയിൽ വട്ടം ചുറ്റി പോലീസ്. അളിയ കണ്ട നീ റാഫിയുടെ കൂടെ ഇങ്ങ് പോന്ന ഇവൻ പൊക്കിക്കൊണ്ട് പോന്നെ. അളിയ ഹലോ, എങ്ങനെയുണ്ട്? അളിയ എന്തൊക്കെ ഉണ്ട്? കണ്ടിട്ട് കുറെ ആയല്ലോ. നീ കാരണം ഹലോ, ഹായ് ഹായ്. ടീച്ചറെ, എന്തരിത്? ഓരോ വർഷം കഴിഞ്ഞ ചെറുപ്പം കൂടി വരാണല്ലേ. നിനക്ക് ഒരു ജോലിയില്ലേ വിനയ? പെണ്ണുങ്ങളുടെ ശരീരശാസ്ത്രം നോക്കി വായി നോക്കി ഇങ്ങനെ നടപ്പാ നിന്റെ ജോലി. പെണങ്ങല്ലേ എന്റെ ടീച്ചറെ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? അല്ലേ ജെറി? സത്യം പറ, അന്നമ്മ ടീച്ചർ ചെറുപ്പം കൂടി വരികയല്ലേ? അതെ അതെ, കൂടി വരുന്നുണ്ട്. ആ, ജെറിയും ഒന്ന് തൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ സ്ത്രീകളുടെ ശരീരശാസ്ത്രത്തെ കുറിച്ച് റിസർച്ച് നടത്തിയാണ്. അറിയാം, ശരീരശാസ്ത്രം നീ നന്നായി നോക്കുന്നുണ്ടെന്ന്. പണ്ടേ പച്ചിലകൾക്കിടയിൽ പഴയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നാണം കെടുത്തല്ലേ അന്നാമേ? എടി ഷീലേ, കണ്ടോടേ, ദിനീനെ സ്നേഹിക്കുന്നവരുണ്ട് ഇപ്പോഴും. ഒരു മിനിറ്റ്, ആരും കൊതിവിടല്ലേ, ഞാൻ ഒന്ന് കുടിച്ചോട്ടെ. നല്ല ദാഹം. നല്ല പഞ്ചാര. അപ്പോ റാഫേലിന്റെ പാട്ട് നമ്മൾ അടിച്ച് പൊളിക്കുന്നു. പാട്ട് പാടാൻ വേണ്ടി മാത്രം റാഫേലെ ദുബായിൽ ഫ്ലൈറ്റ് പിടിച്ചു വന്നത് അല്ലേ? അപ്പോ നമ്മളെല്ലാവരും അടിച്ച് പൊളിക്കുന്നു, തകർക്കുന്നു. അതെ വിനയ. സോനു, ഹലോ, സുഖമാണോ? സോനു, കൊറേ ആയല്ലോ കണ്ടിട്ട്. അതെ സോനു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പറഞ്ഞു. ഞങ്ങളെല്ലാരും സോനുവിന് വെയിറ്റ് ചെയ്യായിരുന്നു. റാഫിയുടെ പാട്ടിപ്പ് തുടങ്ങും, എല്ലാരും ഉണ്ട്. നമുക്കും അങ്ങോട്ട് പോകാം. റാഫിയുടെ പാട്ടോ? ബെസ്റ്റ്. റാഫിയുടെ പാട്ടാണെങ്കിൽ പിന്നെ മറ്റേ പാട്ടായിരിക്കും. അയ്യോ, നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിരുന്നങ്ങ് കേട്ടോണ്ടാ മതി കേട്ടോ. ആ പാട്ടിനെങ്ങാനും താളം പിടിച്ചു എന്റെ അച്ഛൻ എങ്ങാനും അറിഞ്ഞ പിന്നെ ഇത് വിധിയാണ്. ദേവൻ പണ്ടത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നീ വാ, ഒരു കുഴപ്പമില്ല. ആ, ബെസ്റ്റ്. ഒരു സെക്കൻഡ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വീണ്ടും കാണാനും കൂടാനും ഒക്കെ പറ്റിയില്ല. വളരെ സന്തോഷമുണ്ട് അല്ലേ? കഴിഞ്ഞോടെ കണ്ടതിനെക്കാട്ടി ഈ ഭാഗം ഇരിക്കുന്നവർക്ക് സൗന്ദര്യം. നമുക്ക് പരിപാടി കുഴപ്പിക്കണം. എന്തായാലും ഇത്തവണത്തെ കൂടലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ റാഫിക്കാക്ക എഴുതി സംഗീതം പകർന്ന ഒരു ഭക്തിഗാനം ഇന്നിവിടെ ആരംഭിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരമ്മ പ്രകീർത്തിച്ചുകൊണ്ടാട്ടോ. അതിന്റെ സാഹിത്യം എന്താണെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി റാഫി ഇറക്കിയൊരു ബുദ്ധിയുണ്ട്, നിങ്ങളാരും കണ്ടിട്ടില്ല. പുള്ളി വരുന്ന വഴിക്ക് കൂട്ടത്തിലുള്ള 2 പെമ്പിള്ളാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ കോറസ് പാടാൻ പറഞ്ഞ് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ വിളിച്ചവർക്കും ഇനി ഇവിടെ ഇരിക്കുന്നതിൽ പാടാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒക്കെ, പെണ്ണുങ്ങൾക്ക് മാത്രമേ അവസരമുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് വരാം,
ഇത് ആലപിക്കുന്നതിന് വേണ്ടി, ഈ കൊടുങ്ങല്ലൂരമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനം ആലപിക്കുന്നതിന് വേണ്ടി നമ്മുടെ കാക്കാനെ ഹൃദയപൂർവ്വം ആനയിക്കുകയാണ്. അപ്പം കോറസ് പാടാനുള്ളവർ വരും. വാ വാ മഞ്ജു ഷീമ വാ, മൈക്ക് അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വാക്ക് പാലിക്കുകയാണ്. ഞാൻ തന്നെ എഴുതിയ ആ ഗാനം ഞാനിവിടെ പാടാൻ പോവുകയാണ്. കൊടുങ്ങല്ലൂരമ്മയെ കാണണമെങ്കിൽ കൊടുങ്ങല്ലൂർ പോകേണ്ട കാര്യമുണ്ടോ? കൊടുങ്ങല്ലൂരമ്മയെ കാണണമെങ്കിൽ കൊടുങ്ങല്ലൂർ പോകേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടോ ജയ, കാര്യമുണ്ടോ ജെറി, കാര്യമുണ്ടോ അനി, കാര്യമുണ്ടോ സുനി? പാട്ടൊന്നു പാടുവാൻ കിട്ടിയ നേരത്ത് കൂടെ പാടുവാൻ കൂടിക്കോ കൂട്ടാരെ. പിന്നിൽ കാണുന്ന കോളേജിൽ അന്നൊന്നും കിട്ടാത്ത സൗഭാഗ്യം വന്നു ചേർന്നേ. പട്ടത്തുള്ളൊരു പട്ടത്തി പെണ്ണിനെ പട്ടരില്ലാത്തപ്പോ പട്ടിമാന്തി, പട്ടിമാന്തി പിന്നെ പൂച്ചമാന്തി, പിന്നെ പട്ടിയും പൂച്ചയും ഒത്തുമാന്തി. മാന്തി മാന്തി പദം വന്നൊരു നേരത്ത് ഉണ്ണിയും കണ്ണനും ഓടിയെത്തി. കല്ലറയുള്ളൊരു മൊട്ടത്തലയൻ, അയലത്തെ സ്റ്റേഷനിൽ പോലീസുകാരൻ. കെട്ടിയോനില്ലാത്ത നേരത്ത് കൂട്ടുകാരൻ ശൃംഗാരി പെണ്ണിന്റെ വാതിൽ മുട്ടി. വാടാ പോലീസെ ഇങ്ങോട്ടു കേറട, ചേട്ടൻ വരും മുമ്പേ കാര്യം നടത്താട. വെച്ചൂർ പശുവിന്റെ മൂത്രമൊരു പെഗ് മടമാട വലിച്ചേറ്റി പോലീസ് കൂട്ടാരൻ. എന്തടി ശൃംഗാരി നീ തന്ന പെഗ്ഗിന് എന്തെന്നില്ലാത്തൊരു പുളിപുളിപ്പ്. കൊടുങ്ങല്ലൂരമ്മയെ കാണണമെങ്കിൽ കൊടുങ്ങല്ലൂർ പോകേണ്ട കാര്യമുണ്ടോ? പാടി ഞാൻ നിർത്തട്ടെ ഭരണിപ്പാട്ടല്ല ഇത്, PDC കൂട്ടിന്റെ ഒരു പാട്ട്. പേരുവിലാസം ബിനുകുമാർ, കടുകറത്തലയ്ക്കൽ പുത്തം വീട്, നെടുമങ്ങാട്. വയസ്സ് 43. സാറേ, ഈ ജോസഫും ഞാനും ഒരുമിച്ച് ട്രിനിറ്റി കോളേജിൽ PDCക്ക് പഠിച്ചാണ് സാർ. ഞാനിപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് സാർ, തവളക്കുടി പഞ്ചായത്തിലെ. ഞാൻ ഈ ലീവുള്ള സമയത്ത് എല്ലാ കൂട്ടുകാരെയും കാണുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും കണ്ടു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ പുള്ളി ഒരു വലിയ സദ്യ പോലെയൊക്കെ ഉണ്ടാക്കി തരുന്നതിന്റെ കൂട്ടത്തില് ഈ പോത്തിറച്ചിയും കൂടെ വെച്ച് തന്നു സാർ. അതാണ് സത്യം സാർ, അല്ലാതെ ഞങ്ങൾ പന്നിയൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല സാർ. അപ്പൊ ഇയാള് കഴിച്ചത് കാട്ടുപന്നിയുടെ ഇറച്ചി അറിഞ്ഞിട്ടല്ല? അയ്യോ സാർ, കാട്ടുപന്നി പോയിട്ട് പന്നി ഇറച്ചി പോലും ഞാൻ കഴിക്കത്തില്ല. അലർജിയാണ് സാർ. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന്റെ അങ്കബലയിലുള്ള കൂട്ടുകാരുടെ വീട്ടിൽ പോയി പന്നി ഇറച്ചി കഴിച്ചിട്ട് 7 ദിവസം അഡ്മിറ്റ് ആയിരുന്നു, തൂറ്റലായിട്ട്.
അതിനുശേഷം ഒരിക്കലും ഞാൻ പന്നി പോലും കഴിക്കില്ല സാർ. പിന്നെയാണോ സാർ കാട്ടുപന്നി? എന്താണ് സാർ? നിർത്ത. അതെ, ഇയാള് കഴിച്ചത് കാട്ടുപന്നിയുടെ ഇറച്ചിയാണോ പശു ഇറച്ചിയാണോ എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. തൽക്കാലം താൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ പണിയണ്ട കേട്ടോ. ആ, തൊണ്ടി മുതലായിട്ട് എത്തിയല്ലോ. അകത്തോട്ടോട്ട് പോയിക്കോ. അളിയ തീർന്നില്ല അളിയ, ഇനിയും വിചാരണേ. പാവം ക്ഷണിച്ചു. സാർ, സൈബർ സെല്ലിൽ നിന്ന് കോൾ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ 2 നമ്പറിലായി പലവട്ടം കോൾ പോയിട്ടുണ്ട്. ഒന്ന് മടത്തറ കുഞ്ചൻകുറിപ്പിന്റെ മകൾ അജിതയുടെ ഫോണാണ്. അവൾ ഇവന്റെ കൂടെ ട്രിനിറ്റി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ചായിരുന്നു. ഈ കുറിപ്പ് അക്കാലത്ത് ലൈസൻസ് ഉള്ള ഒരു വേട്ടക്കാരനായിരുന്നു. അയാൾ ജീവിച്ചിരിപ്പില്ല. ഈ കുറിപ്പിന് തോക്കില്ലായിരുന്നു? ഉണ്ടായിരുന്നു സാർ. 10-15 വർഷം മുമ്പേ തോക്ക് സറണ്ടർ ചെയ്തിരുന്നു. ഹിസ്റ്ററി എല്ലാം ഓക്കെയാണ്. എന്നാലും തട്ടും പുറത്തോ വല്ല കള്ളത്തോക്കം ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, ആ രണ്ടാമത്തെ ആരാ? അത് കാഞ്ഞിരത്തുംകൂടെ അനി. ഓക്കെ. അതെ സാറേ, ഈ പേര് കേട്ടിട്ട് ഈ അനിയും ഗുണ്ടയാകാനാണ് സാധ്യത. ഗുണ്ടകൾക്കാണല്ലോ ഈ 2 അക്ഷരമുള്ള പേരുണ്ടാവുക. ഇവന്മാര് 2 ചങ്കുകളാണെന്നാ തോന്നുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടണം. കാക്കാക്ക് ഷുഗർ കൂടി, ആശുപത്രിയിലോട്ടൊന്ന് പോണോടി. ആ ശരിയാത്ത. ആരാണെന്തോ താത്ത, ഞാൻ നോക്കട്ടെ. ആരാ? അജിതയാണോ? ആ, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഓ, ഒരു സൈൻ ചെയ്ത് തരുമോ? ഇവിടെ വെക്കാനുള്ള സിംഹം ഇതല്ല കേട്ടാ. അതെന്ത്? പല്ല് ഒഴിഞ്ഞ സിംഹമാണ് ഇവിടെ വെക്കാനുള്ളത്. പ്രിയപ്പെട്ട അജിതയ്ക്ക്, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആരാണെന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല. അന്ന് PDC അവസാന പരീക്ഷാ ദിവസം നീ മറക്കില്ല എന്നെനിക്കറിയാം. അയ്യോ, ഏത് കാലമാടനാ എന്നോട് ഈ ചതി ചെയ്തത്? എന്ത് പറ്റടി? ഈ അടുത്ത കാലത്ത് നിന്നെ PDC ജയിക്കുമെന്ന് തോന്നുന്നില്ല. ജയിക്കുന്നവരെ പഠിക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരുന്ന ബുക്കാ. ഇനിയിപ്പോ ഒരു പുതിയ കൊമേഴ്സ് ടെസ്റ്റ് കൂടി വാങ്ങേണ്ടി വരുമല്ലോ ഈശ്വര. ഇതിപ്പോ അടുത്ത സ്ഥിരം പരിപാടിയാ. ഇന്നലെ എന്റെ ടെക്സ്റ്റ് ഇതുപോലെ ആരോ അടിച്ചോണ്ടുപോയി. സത്യം പറയല്ലോ, ഈ ട്രിനിറ്റി കോളേജ് മൊത്തം കള്ളന്മാരാ. ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ്. അനിവാര്യം തന്നെ. പുസ്തകം മാത്രമല്ലടി അനി, എന്റെ ബുക്കിലുണ്ടായിരുന്ന പുതുപുത്തൻ 5ന്റെ 4 നോട്ടുകളെ കാണാണ്ട് പോയേക്കുന്ന്. ID കാർഡ് പോയത് പോട്ടേന്ന് വെക്കാം. ഇത് ഞാൻ എങ്ങനെ സഹിക്കൂടി? മാമൻ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്നതാ പുതുപുത്തൻ. മണം പോലും മാറിയിട്ടില്ല. ഞാൻ കണ്ട അടിയനി അവളുടെ 20 രൂപ. അതെങ്ങനാ? കണ്ടോമാരടുത്ത് കൂട്ടുകൂടി നടന്നാൽ ഇങ്ങനെ വരുള്ളൂ. ഇതെനിക്ക് ഉറപ്പാ, അവൻ തന്നെയാ. ദേ സോനു, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നീ എന്താ പറഞ്ഞു വരുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലേലും കിട്ടാത്ത മുന്തിരി പുളിക്കൂ. ഓ, പുളിക്കാൻ പറ്റിയ മുന്തിരി. നീയേ നാട്ടിലോട്ടൊന്നിറങ്ങി ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം അവന്റെ തനി സ്വഭാവം. എന്തുവാടി സോനു നീ ഇങ്ങനെ? നിനക്ക് നല്ലപോലെ അറിയാലോ. നീ ഈ ട്രിനിറ്റി കോളേജിലെ എല്ലാ ആമ്പിളരെ പറ്റി കുറ്റം പറയുന്ന എന്തിനാടി? ഏതില് ചെറുക്കന്മാരുണ്ടാ നീ ഇങ്ങനെ കുറ്റം പറയാത്ത? കഷ്ടം തന്നെടി. ഞാൻ പോണ്. വാടി. എനിക്ക് കൊമേഴ്സ് പുസ്തകം ഉണ്ടായിരുന്നില്ല. ഞാൻ തോൽക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. തോറ്റാൽ പഠിക്കാനൊരു പുസ്തകം എന്ന് ഉദ്ദേശിച്ചാണ് ഒരു കൊമേഴ്സ് പുസ്തകം എടുത്തത്. അത് അജിതയുടേതായിരിക്കുമെന്ന് അപ്പോൾ അറിഞ്ഞിരുന്നില്ല. അജിതയുടെ പുസ്തകമാണെന്ന് അറിഞ്ഞപ്പോൾ ID കാർഡിലെ മേൽവിലാസത്തിൽ അന്ന് ഞാൻ ഒരു കത്തയച്ചിരുന്നു. കത്ത് പ്രകാരം ഞാൻ കോളേജിൽ വന്നിരുന്നു. അന്ന് ഹാളിന് വെളിയിൽ നിന്നും ഞാനെടുത്ത എല്ലാ സാധനങ്ങളും തിരികെ നൽകുന്നു.
ആ 20 രൂപ ഒഴികെ. എന്തൊരു ഫോറസ്റ്റ് വേണ്ടി ഇവിടെ നിങ്ങളാ വേട്ടക്കാരൻ കുഞ്ചൻകുറുപ്പിന്റെ മോളല്ലേ? ആ അതെ. എന്താ പേര്? അജിത. നിങ്ങൾക്കൊരു ജോസഫിനെ അറിയാമോ? അറിയാം. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഈ ഒരു ബന്ധമില്ല. ഞാനും അവൻ ഒരുമിച്ച് പഠിച്ചതാ പ്രീ ഡിഗ്രിക്ക് ട്രിനിറ്റി കോളേജില്. അല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല സാറേ. വേറൊന്നുമില്ല? ഇല്ല. നിങ്ങൾ തമ്മിൽ ഫോൺ വിളിക്കാറുണ്ടോ? വല്ലപ്പോഴും വിളിക്കും. അയാളാ ജോസഫ് വേട്ടക്കാരനാണോ? അതറിയില്ല സാറേ. പക്ഷേ അവന് പഴയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എപ്പോഴോ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അതുകൊണ്ടാണോന്നറിയില്ല, ഇപ്പൊ എവിടെയോ ഒരു ആക്രി കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോ എൻ്റെ അച്ഛൻ്റെ തോക്ക് ഇവിടെ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ പറയുകയും ചെയ്തു അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തു എന്ന്. അതിനുശേഷം പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അതെന്താ, പഴയ സാധനങ്ങളുടെ അയാളുടെ ഇഷ്ടം പെട്ടെന്ന് തീർന്നോ? അതറിയില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് വെടിയിറച്ചി കൊണ്ട് തരാറുണ്ടെന്നും നീ അത് ആസ്വദിച്ച് കഴിക്കാറുണ്ടെന്നാണല്ലോ അയാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്റെ ഈശ്വര, പച്ചക്കള്ളവാ സാറേ, ചുമ്മാ നുണ പറയണതാ. ഒരു പ്രാവശ്യം എന്താണ്ട് ഒരു ഇത്തിരി പോലും കോഴിയിറച്ചി ഇവിടെ കൊണ്ട് തന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തത് എവിടുന്നാന്ന്. അപ്പൊ പറഞ്ഞ അടുത്തൊരു ഇറച്ചിക്കടയില് ആക്രി പിറക്കാൻ വേണ്ടി ചെന്നപ്പോ അവര് ഫ്രീ കൊടുത്തതാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിട്ടും കൂടിയില്ല. ഓഹോ. പണ്ട് മുതലേ അവൻ ഭയങ്കര കള്ളാ സാറേ. അതുകൊണ്ട് കള്ളിന്റെ പുറത്ത് പറയണതാ, ബാക്കിയെല്ലാം ചുമ്മാതാ. അതെ, കാട്ടുപന്നിയെ കൊന്ന കേസ് അയാൾ ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിലാ. പിന്നെ നിങ്ങളെ എപ്പോ വിളിച്ചാലും ഓഫീസിൽ വരണം. തൽക്കാലം ഞങ്ങൾ പോകുന്നു. ജോസഫിനെ പറ്റി എല്ലാം ചോദിച്ചത്. എനിക്കറിയില്ല, എന്നോട് തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു. ഒരു പരിഷ്കാരം അല്ല ഇവിടെ പറഞ്ഞതാ. പിന്നെ അങ്ങനെയൊന്നും അല്ല. അവരുടെ ചോദ്യം ചെയ്യൽ അറിഞ്ഞവർക്ക് അതൊക്കെ അറിയാൻ പാടില്ല. പോലീസുകാരെ പോലെ ഒന്നും അല്ല. നീ ഒന്ന് മാറ്റി പറയാൻ നിക്കല്ലേ, ഞാൻ പറഞ്ഞ പോലെ പറയാവൂ. പിന്നെ ഒരു കാര്യം കൂടി, ഞാനും അവനും തമ്മിൽ പ്രീ ഡിഗ്രി സമയത്ത് അടുപ്പായിരുന്നു നീ പറഞ്ഞോളല്ലേ? ഇല്ലടി, ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതയ്ക്ക് മുന്നിൽ നെഞ്ചം വിരിച്ച് നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ സഹാക്കള്. രക്തസാക്ഷികളുടെ ചോരയാലും ധീരതയാലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ സ്ത്രീ രക്തമാണ് എന്റെ സിരകളിൽ ഓടുന്നത്. പ്രാണം വെടിഞ്ഞും രഹസ്യങ്ങൾ ചോരാതെ സൂക്ഷിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ സഖാക്കൾ. ജീവന്റെ അവസാന തുടുപ്പ് വരെ ഈ അണി പൊരുതും. അതിപ്പോ പോലീസ് ആയാലും ഫോറസ്റ്റ് ആയാലും. എന്റെ പൊന്നനി, നീ വെറുതെ ചോര തിളപ്പിക്കല്ലേ. എല്ലാം ആലോചിച്ചും കണ്ടും വേണം അവരോട് സംസാരിക്കാൻ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഫോറസ്റ്റ് ആണ്, പോലീസ് അല്ല. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. വെറുതെ എടുത്തുചാട്ടത്തിനൊന്നും നിക്കല്ലേ നീ. ശരി. അനിയുടെ വീട് ഇതല്ലേ? അനിയുടെ വീട് ഇത് തന്നെയാ. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് പോരെ. എന്റെ പൊന്ന് സാറുമാരെ, മനസാ വാചാ കർമ്മണ എനിക്ക് ഒരറിവില്ല. ഞാൻ ഫോൺ ചെയ്തെന്നുള്ളത് ശരിയാ. കൂട്ടുകാരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുന്ന പോലെ ഞാനും ചെയ്തുള്ളൂ. അവര് കാട്ടുപന്നിയെ കറി വെക്കാൻ പിടിച്ചാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാറേ. എന്റെ ഈ കേസിൽ പെടുത്തല്ലേ സാറേ. നോക്കി വയസ്സായ ഒരു അച്ഛനും സുഖമില്ലാത്ത ഒരു കെട്ടിയവനും കെട്ടാൻ പ്രായം മുട്ടി നിൽക്കുന്ന ഒരു മോനും എനിക്കുണ്ട് സാറേ. ഇവരെന്നെ ആശ്രയിച്ചാ ജീവിക്കുന്ന. കേസിൽ പെട്ട അംഗനവാടിയിലെ ജോലി എന്റെ പോവും സാറേ. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ടിവിയിൽ നിറഞ്ഞു നിൽക്കും സാറേ. ആ നിലമേലെ ഇൻസ്പെക്ടറുടെ കാര്യം തന്നെ അറിയാലോ. ഇപ്പോഴും ആ ടിവിയിൽ കിടന്ന് വാർത്ത കൊടുത്തുണ്ട് സാറേ. സത്യം പറയാലോ, കാട്ടുപന്നിയുടെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല സാറേ. എന്നെ പിടിച്ചോണ്ട് പോവല്ലേ സാറേ, എന്നെ പിടിച്ചോണ്ട് പോവല്ലേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അതുമല്ല ഞങ്ങളോട് കരഞ്ഞിട്ട് എന്താ കാര്യം?
പിന്നെ പിടിക്കാൻ വരുമ്പോഴത്തേക്കിനും ചിരിച്ചോണ്ട് നിൽക്കാൻ പറ്റുമോ സാറേ? നിങ്ങൾക്ക് ആ ഒരു ജോസഫിനെ അറിയാമോ? അറിയാം സാറേ. ആ ജോസഫ് ഒറ്റടുത്ത കാരണം മനുഷ്യന്റെ മനസ്സമാധാനം പോയിക്കുക. ഇപ്പൊ വീട്ടിൽ ഫോറസ്റ്റുകാർ വന്ന് കയറിയില്ലേ? ഞാൻ ചോദിച്ചത് ബ്രോക്കർ ജോസഫിന്റെ കാര്യമാണ്. അവനെ അറിയാം. അവനെ കാട്ടുമന്ത് കഴിച്ചോ സാർ? എന്താ പ്രശ്നം? അയാള് ബ്രോക്കർ ജോസഫ് പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. ഇദ്ദേഹത്തെ അറിയാമോ? സതീശ മുതലാളി, SMS ബസിന്റെ മുതലാളിയാ, കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന്റെ മകളുടെ കല്യാണാലോചനയുമായി വന്നാണ് നിങ്ങളുടെ മകന് വേണ്ടി. കാര്യങ്ങളെല്ലാം വ്യക്തമായ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ഇറങ്ങുക. ദൈവം എത്ര വലിയവനാണ്. എല്ലാം കൈയോടെ കാണാൻ കഴിഞ്ഞല്ലോ. പാടോ സാറേ, മറ്റേ അയ്യോ നിങ്ങളാണോ അനി, സോമൻ ഗുരുക്കളുടെ മകൾ? ഞാനാ സാറേ അനി. നിങ്ങൾക്ക് ജോസഫിനെ അറിയോ? അറിയാം സാർ. എന്താ ജോസഫ് നിങ്ങളുമായിട്ടുള്ള ബന്ധം? അയ്യോ, ബന്ധമായിട്ടൊന്നുമില്ല, സഹപാഠിയാണ്, അത്രേ ഉള്ളൂ. പ്രീ ഡിഗ്രി. അയാള് ഫോൺ വിളിക്കാറുണ്ടോ? ഉണ്ട്. അവൻ വേട്ടക്കാരനാണോ? വേട്ടക്കാരൻ. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? നിങ്ങൾക്ക് ഇറച്ചി തരാറുണ്ടെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. കാട്ടുപന്നി കൊന്ന കേസിൽ അയാൾ നമ്മളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറിഞ്ഞു സാറേ. അല്ല, അവൻ വേട്ടക്കാരനാവാനുള്ള വഴിയൊന്നുമില്ല. പിന്നെ സാറേ, ഞാൻ ഈ ഇറച്ചി കഴിക്കാറില്ല. പിന്നെ കോഴി മാത്രം വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അവൻ ചുമ്മാ വെറുതെ വേടായി പറയുന്ന. അവൻ തള്ളിൻ്റെ ഉസ്താദാന്നാ പലരും പറയുന്നേ. അവനെ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതൊക്കെ പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടറിഞ്ഞതാ. പിന്നെ വല്ലപ്പോഴൊന്ന് ഫോണിൽ വിളിക്കും. അത് ചുമ്മാ കൂട്ടുകാരല്ലേ, വെറുതെ രസത്തിന്. അത്രയല്ലോ, സത്യമായിട്ട് അത്രയല്ലോ. അല്ല, അവന് വേട്ട ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അവന്റെ ഭാര്യ അറിയാതിരിക്കാൻ വഴിയില്ല. അതെ, ഭാര്യമാരാണല്ലോ ആദ്യം പറയുന്നത്. അവരല്ലേ തോക്ക് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത്. അല്ല, ഈ ഭാര്യയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നാ കേൾവി. ഒരു പന്നിയെ കൊല്ലാനൊക്കെ അവനെ കൊണ്ട് കഴിയോ എന്തോ. പിന്നെ അവന്റെ പറമ്പില് കൃഷി നശിപ്പിക്കുന്ന പന്നിയെ കുറിച്ച് അങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മതി, ബാക്കി ഞങ്ങൾ എഴുതി ചേർത്തോളാം. കാട്ടുപന്നി കേസിൽ നിങ്ങളെ ഓഫീസിൽ വിളിപ്പിച്ചാൽ നിങ്ങൾ വരണം. നീ എന്തിനാ നിന്ന് വിറയ്ക്കുന്നത്? തെറ്റിയാത്ര വിറയ്ക്കുന്നതിനാ? അല്ല, ഭയന്നല്ല സാറേ. ഞാനീ പന്നിയെ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. പേടിക്കണ്ട, എല്ലാം ശരിയാവും. എന്തുകൂടെ എന്തിനാ? തൽക്കാലം നമ്മൾ പോകുന്നു. വിളിപ്പിച്ചാൽ വരണം. ശരി സാർ. ഇതാര്? അരുണിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഇനി പാപ്പട്ടനെ വിളിച്ച കാണിക്കൂ. കാരാളിക്കോണം കാരണം അളിയ മുതലൊന്നും പേടിക്കണ്ട മാനെ. നമസ്കാരം സാർ. എന്തായി കാര്യങ്ങള്? അതിന്റെ നടപടികളാവുന്നേ ഉള്ളൂ. സാറിന് കാണാം. ആറ്റിങ്കര ഇരിപ്പുണ്ട്. എല്ലാം പറഞ്ഞ പോലെ വാ കൊടുത്തങ്ങ് വിട്ടേക്കാം. നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? ഇച്ചിരി താമസിച്ചോടാ. വല്ല വള്ളി ഒപ്പിച്ചോ? എന്തൊരു വള്ളി? അതോ വല്ല പെമ്പിള്ളാരെ വായി നോക്കിയിരിക്കരുത്. ഒന്നുമില്ല കരണ, ട്രിനിറ്റി കോളേജിന്റെ വാർഷികാഘോഷത്തിന് ഞങ്ങൾ പുതിയൊരു ഐറ്റം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പുതിയ ഐറ്റം? അതെന്താടാ പുതിയ ഐറ്റം? കൈകൊട്ടിക്കളി. അത് പഴയ ഐറ്റോടാ. എടാ, ഇത് പഴയ ഐറ്റം അല്ല, ഇത് സംഭവം വെറൈറ്റിയാ. എടാ, അതായത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണ്ട, പറ. എന്നാ പിന്നെ പറയണ്ട അളിയാ, വാ കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കാം. തുടങ്ങാം.
നായകൻ വരുന്നുണ്ട്. നല്ല മൂഡിലാണല്ലോ. ഡബിനു റീജ നിന്നെ അന്വേഷിച്ചിടക്കണുണ്ടല്ലോ. എടാ ഞാനും അവളെ അന്വേഷിച്ചു കിടക്കുക. അവിടെ അവിടെ കിടക്കുക. ഡാ നീ ആറ്റിങ്ങര പോയി നോക്കിയായിരുന്നാ? ഇല്ലടി. വല്ല കൊരങ്ങനെ നോക്കി കവിത ചൊല്ലിയിരിപ്പുണ്ടാവും. എടി അജിതെ നീ നിർത്തിക്കോ. അവള് നല്ല ഭാവിയുള്ള പെണ്ണ. അത് കാലം തെളിയിക്കും. ഞാനും തപ്പട്ടെ. നിന്റെ ശത്രുത വരുന്നു കരുണൻ. എടാ നീയും വിനയനും അവനെ കുറിച്ച് പറഞ്ഞതും കാണിച്ചതും എല്ലാം കോളേജിൽ എല്ലാരും അറിഞ്ഞു. ട്രിനിറ്റി കോളേജിൽ ഹീറോയുടെ നടന്നവനാണ് നീ രണ്ടും കൂടെ ഈ പരുവത്തിലാക്കിയത്. അതിന് ദേഷ്യം അവന് നിങ്ങളോട് കാണും. ഞാൻ പോട്ടെ. ശരിയടാ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മെയ്യിൽ പാതി പകുത്ത് തരൂ, മനസ്സിൽ പാതി പകുത്ത് തരൂ നീ ആരടാ? ഗാനഗന്ധർവനാ? കൊറേ നാളെ ഞാൻ ശ്രദ്ധിക്കണേ. ജീവൻ ടോം കഴിച്ചിട്ട് നീ ഉദ്ദേശിച്ച തടിയൊന്നും കൂടുന്നില്ലല്ലോടാ. നീയേ ഒരു കാര്യം ചെയ്. പൊക്കം കൂടാനെങ്ങാനും ഉള്ള വല്ല നാട്ടുമരുന്നെങ്ങാനും ഉണ്ടെങ്കിലേ അതും കൂടെ വാങ്ങിച്ചു കഴി. നിനക്കേ ഞങ്ങളെ കാണുമ്പോ ഇച്ചിരി ഇളക്കം കൂടണുണ്ട്. അതത്ര നല്ലതിനല്ല. തടി കേടാവേ കരുണ. എന്താടാ എനിക്ക് ഇളക്കം കൂടുതലാന്ന് നിനക്ക് തോന്നണ്ട? പോടാ. കളി കരുണയോടെ വേണ്ട. കരുണം പൊങ്ങും തടിക്കും. അതങ്ങനെ നോക്കിക്കോ. നീ കുറച്ച് നാളായി നീ എന്താ നിനക്കുള്ളത് ഞാൻ തരാം. നിന്നെ നോക്കിയിരിക്കുന്നു. ഒന്നുകൂടെ പാടറാ. അളിയൻ വന്നില്ലേ? ഇനി എല്ലാം ശരിയോ? നീ കരയാതെ. ഒന്നും പേടിക്കണ്ട, നമുക്ക് സമാധാനം ഉണ്ടാകാമല്ലോ. ഏയ് നീ ഒരു ടെൻഷനും അടിക്കണ്ട. റാഫി മച്ചാൻ എന്നെ വിളിച്ചിരുന്നു. ഹരിസാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കിങ്ങനെ പോലീസുകാരെ പോലെ ചുമ്മാ FIR ഒന്നും ഇടാൻ പറ്റില്ല. അന്വേഷിച്ച് തെളിവുണ്ടേ മാത്രമേ കേസ് മുമ്പോട്ട് നീക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എടാ ജോസഫേ, നിന്നെ സഹായിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടിയാ ഞാനത് വേണ്ടെന്ന് വെക്കുമോ? ധൈര്യമായിട്ടിരിക്കുക. ഞാനില്ലടാ എന്തിനും. ഞാൻ നോക്കിക്കോളാം. അയാളെ വിളിച്ചോ ആ ഇറച്ചിക്കടക്കാരനെ? അതെ, അയാളെ വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ഇപ്പൊ വരും. സാറേ, അയാളുടെ മൊഴി കൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കോടതിയിലല്ലേ ഈ മൊഴിയൊക്കെ കൊണ്ട് ഗുണമുള്ളൂ. മിക്കവാറും FIR ഇടേണ്ടി വരും. അത് ഈ FIR ഇടണോ വേണ്ടോന്നൊക്കെ ഞാൻ പറയാം. അല്ല സാറേ, ഇവനൊക്കെ ഓരോ പോക്കറ്റങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ അറിയണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്? ഇവനൊക്കെ എന്തിയാലും അവസാനം പണി നമുക്കാണല്ലോ. നീ വന്നേ. ഊരാൻ പറ്റൂലല്ലേ? എടാ നീ എന്തുവാണ് ടെൻഷൻ അടിക്കുന്നത്? ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ പഴയ ചങ്കില്ലേ റീജ, അവളുടെ ഭർത്താവ് സിജിൽ IFS, അവളെപ്പോഴും പറഞ്ഞു നടക്കത്തില്ലേ IFS ആന്ന്. അവനാ ഇതിന്റെ തലപ്പത്ത്. അതുകൊണ്ട് തന്നെ കേസ് പോലും എടുക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരുന്ന. പിന്നെ ഇതെന്തോ ഇത്? ലോകത്താരും ഇറച്ചിയൊന്നും തിന്നൂല്ലേ? ഇപ്പൊ കാട്ടിറച്ചി ഉണ്ടെന്ന് പറഞ്ഞാൽ യുവമാരായിരിക്കും ഏറ്റവും ആദ്യം വെട്ടിയിടിക്കാൻ പോകുന്നത്, അറിയാവോ? അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. എന്തു ഇങ്ങ് വന്നേ? എന്താ എന്തു ഇത്? ഇവനോ ഒരു പേടിത്തൊണ്ടൻ. നീ വേണ്ട ഇവന് ധൈര്യം കൊടുക്കാനായിട്ട്. ഇത് അത്ര വലിയ പ്രശ്നമൊന്നും അല്ല. ഇപ്പൊ ഇറച്ചിക്കിടക്കാരൻ അഷ്റഫ് ഇങ്ങോട്ട് വരും. അവൻ വന്ന് ഇവര് ചോദ്യം ചെയ്യുമ്പോൾ സംഗതിയൊക്കെ ഓക്കെ ആവും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ഞാൻ ഈ കോളം നിൽക്കട്ടെ കേട്ടോ. വാ, നമുക്ക് ഓരത്ത് മാറി നിൽക്കാം. ഹലോ. എന്റെ കരുണാ, കാട്ടുപന്നിയുടെ ശല്യം കാരണമാ കിട്ടിയ വിലക്ക് പുഴുതു കൊടുക്കാമെന്ന് വിചാരിച്ചത്. എന്തോരം മരച്ചേനെ ഈ പന്നി കുത്തിമറിച്ച് കളഞ്ഞത്. എന്റെ കൊച്ചത് എല്ലായിടത്തും ഉള്ള വിഷയം തന്നെയാ. വലിയ ശല്യമായി. അയ്യോ, ഞാനും എന്റെ 2 പെൺമക്കളും കൂടി പുഴുതു ചുമന്നോണ്ട് വന്ന് ഗേറ്റിന് വെളിയിൽ കൂട്ടിയിട്ട് വിറ്റ് തുടങ്ങിയത്. ആള് കൂടിയെന്ന് റോഡ് ബ്ലോക്ക് ആയെന്നും പറഞ്ഞ് അതിന്റെ ഇടയിൽ പഞ്ചായത്തിൽ നവന്മാര് വന്ന് ഒരു വണ്ടിയും പിടിച്ചോണ്ട് വന്ന് എല്ലാം കൂടെ തൂത്ത് വാരിക്കൊണ്ട് അങ്ങ് പോയി. അയ്യോ, എന്തൊരു കഷ്ടമാണ്. പിന്നെ ചേട്ടനാണെങ്കിൽ ഒരു അത്യാവശ്യത്തിന് നെടുമങ്ങാട് വരെ പോയിരിക്കുക. നിങ്ങളുടെ പാർട്ടിയല്ലേ പാങ്ങോട് പഞ്ചായത്ത് ഭരിക്കുന്നത്? ഓ തന്നടി. അവന്മാരുടെ അടുത്തേ എന്റെ ത്രാസെങ്കിലും കൊണ്ടു തരാൻ പറ. ചേട്ടൻ വന്നാല് കൊന്നു തന്നു പറഞ്ഞേക്കാം. നീ വിഷമിക്കാതെ ഞാൻ ചെയ്തു തരാം കേട്ടാ. സൈക്കിൾ ബോർഡം വെച്ച് പന്നിയെ കുരുക്കുട്ടി പിടിക്കുന്ന ഒരു പരിപാടിയെ ഒരാൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇതാരീ വേണ്ടാതിനൊക്കെ നിനക്ക് പറഞ്ഞു തന്നെ? എടാ നീ മറന്നോ നമ്മുടെ കൂടെ പഠിച്ച കോട്ടയത്തുള്ള ജോസഫിനെ? ഏത്? നമ്മുടെ അജിതയുടെ. ഓ ഓ. ആ ഇപ്പൊ അവന് നെടുമങ്ങാട്ടത്തെ ഒരു പെണ്ണുമായിട്ട് കൊച്ചൊരു പെണ്ണുമായിട്ട് താമസിക്കുവാണെന്ന്. ഓഹോ, ജോസഫ് അല്ലേ? ആ അവിടെ ഭയങ്കര പന്നിശല്യം. ആ അവനെ അന്വേഷിച്ച ചേട്ടൻ പോയിരിക്കുന്നേ. മനസ്സിലായി മനസ്സിലായി. ശരി, നീ വെക്ക്. ഞാൻ വേറൊരു അത്യാവശ്യ കാര്യത്തിന് നിൽക്കുക. ഞാൻ വിളിക്കാൻ തന്നെ. അത് വിളിച്ച് പറഞ്ഞോളാം പഞ്ചായത്തില്. ശരി ശരി. ജോസഫ്. റാവി സാറേ, ഫോറസ്റ്റിലെ അജിത്ത മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താ സാറേ, പിന്നെ ഇന്നലെ എൻഫോഴ്സ്മെന്റുകാരാ ജോസഫിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു സാർ. ആ സമയത്ത് ഞാനില്ലായിരുന്നു. ഞാൻ ഇന്ന് ഡേ ഡ്യൂട്ടിക്ക് വന്നത്. അയാളത് കാട്ടുപന്നിയെ കറിവെച്ച് കഴിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. ഇല്ല സാർ, അവര് പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല സാർ. അതൊക്കെ ഞാനാ ചെയ്യുന്നത്. എക്സാമിനേഷനൊക്കെ ഞാൻ ചെയ്തോളാം. പോത്തിറച്ചിയുടെ ഫോട്ടോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് അതിന്റെ അടിയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി എന്ന് അവൻ വെറുതെ എഴുതിയതാ. അവന്റെ സമയം ശരിയല്ല. വേണ്ടത് ചെയ്യണം. അതൊക്കെ ഞാൻ വിചാരിച്ചു നടക്കും സാറേ. സാർ ഇമ്മാരി അധികം സെറ്റ് ചെയ്യാം. സാറിനെ അതിന് ബോധർ ചെയ്യണം. ഞാൻ ചെയ്തോളാം സാറേ. വേറെ കാര്യം, സാർ വെച്ചോളയല്ലേ. സാർ കഴിഞ്ഞ പടത്തിൽ ഒരു വേഷം തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല കേട്ടോ സാറേ. എൻ്റെ ഒരു ആഗ്രഹമല്ലേ സാറേ. അതെ, ഞാൻ സാറിനെ വിളിച്ചോണ്ടേ ഇരിക്കാം. ഞാൻ സെറ്റ് ചെയ്യും. സാർ എനിക്ക് സെറ്റ് ചെയ്ത് തരണം. ഓക്കെ സാർ, ഓക്കെ സാർ, ഡൺ. കാട്ടുപന്നി കാരണം ഒരു വേഷവും ഒത്തടായി. എവിടെ നോക്കിയാലും സിനിമാ മോഹികളി. തന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാടോ. റാബിയുടെ അടുത്ത മകനേര് ഞാനാ. ഞാൻ ശരിയാക്കി തരാം കേട്ടോ. നീ തെളിച്ചു പറ, ഇപ്പൊ എന്താ പ്രശ്നം? എടാ, നിനക്കറിയാലോ, കോട്ടയത്ത് എന്റെ പേര് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അത് ഒടുക്കത്തെ കേസിലും വഴക്കിലുമായിരുന്നു. അടുത്ത കാലത്ത് ഞാൻ ആ കേസ് ജയിച്ചു. വസ്തു എന്റെ പേര് കിട്ടി. അത് വിറ്റ് കുറച്ച് കാശും കിട്ടി. ആ കാശും കൊണ്ട് വന്നിട്ട് ഈ നെടുമങ്ങാട് ഞാൻ ആക്രി കച്ചവടം തുടങ്ങി. എല്ലാവരും വിചാരിക്കും ഈ ആക്രി കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ റെഡി കാശായിരിക്കുമെന്ന്. ചുമ്മാതാ. നമ്മൾ മേടിക്കുന്ന സാധനത്തിന് എല്ലാം റെഡി കാശ് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ അവസാനം ഈ തമിഴന്മാർ എടുത്തോണ്ട് പോയാലോ 6-8 മാസം പേയ്മെന്റ് പെൻഡിങ്ങാ. അതെ, ഒന്നെങ്കിൽ നീ എന്നെ കൂടെ ഗൾഫിൽ കൊണ്ടുപോകും. ഇത് ഞാൻ മടുത്തു. അല്ല, നിന്റെ സിനിമയിൽ അക്കൗണ്ടിന്റെ മാനേജറായിട്ട് എന്നെ കൂടെ നിർത്തേ. നിനക്ക് വിശ്വസ്തനായ ഒരാളുടെ കുറവുണ്ട് റാഫി. ഞാൻ പറയാനിരുന്ന അളിയ, ഞാൻ തന്നെ ഈ സിനിമ ചെയ്യുന്നത് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. സിനിമേനോടുള്ള പാഷൻ കൊണ്ട് മാത്രമാണ് ഗൾഫിലെ ബിസിനസ് പോലും ശ്രദ്ധിക്കാണ്ട് ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സിനിമയിൽ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുണ്ട്. അതും കൂടി ആകുമ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. സർക്കാർ ഇടപെടണം. സിനിമാ നിർമ്മാണം കൊണ്ട് സർക്കാരിന് കിട്ടുന്ന ലാഭം എന്താന്ന് കണക്ക് നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ പോട്ടെ, അതൊക്കെ ഒരു വശത്ത്. ഇപ്പൊ ടി വി തുറന്നല്ലോ, എന്നും പീഡിപ്പിക്കുന്ന ലിസ്റ്റ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. സിനിമാക്കാരുടെ കേസാകുമ്പോൾ കേൾക്കുന്ന നാട്ടുകാർ ഹാപ്പി, പ്രചരിപ്പിക്കുന്നവന്മാർക്കോ മുടിഞ്ഞ റീച്ചും. ടെലിവിഷനോട്ട് ഓണാക്കാനും പറ്റുന്നില്ല. സോഷ്യൽ മീഡിയ ആണെങ്കിൽ ആകെ അലമ്പോ. പത്രക്കാരുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരോപണ വിധേയനാണ് യഥാർത്ഥ ഇര. അവനും ഭാര്യയും കുടുംബമൊക്കെ ഉള്ളതല്ലേ. അതൊക്കെ തെളിയിച്ച് വരുമ്പോഴേക്ക് അതൊന്നും ഒരു വാർത്തയും എവിടെയാവൂല. ആ പേര് മരിക്കുന്നവരെ കൊണ്ടു കിടക്കും. എന്ത് ചെയ്യാനാ, നമ്മുടെ നാട് ഇങ്ങനായി പോയി. ആർക്കും ആരുടെ മേലെ എന്തും പറയാം. നീ ഇപ്പൊ പറഞ്ഞോലെ, ആദ്യം ആര് പറയുന്നോ അവരുടെ ഒപ്പം നിൽക്കും ഈ നാട്ടുകാർ മുഴുവൻ. മീഡിയക്കാർക്ക് അതുപോലെ. പിന്നെ സത്യമാണെന്ന് ആരും നോക്കുകയില്ല. സിനിമക്കാരായാലും അല്ലാത്തവരായാലും ജീവിതം ജീവിച്ചു തീർത്തല്ലേ പറ്റൂ. അതേ അളിയ, ഒന്ന് കലങ്ങി തെളിയുന്നവരെ. ഞാൻ ഗൾഫിൽ തന്നെ നിൽക്കാനാ പ്ലാൻ. അത് കഴിഞ്ഞ് സിനിമ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആക്രിയൊക്കെ നിർത്തിയിട്ട് അടുത്ത സിനിമ ചെയ്യുമ്പോൾ കൂടെ കുടിക്കും. സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് മലയാള സിനിമയിൽ പതിവാണ് എന്ന് സംവിധായകന്റെ താല്പര്യത്തിന് വഴങ്ങാത്തതിനാൽ 19 ഇനി അവളെങ്ങാനത് കേട്ടിട്ട്. സലാം സാർ. അതെ, നിങ്ങൾ രണ്ടൊന്ന് പുറത്തോട്ട് നിൽക്കും, ഞാൻ വിളിക്കാം. ശരി. പേരെന്താ? അഷറഫ് എന്നാണ് സാറേ. ഈ ജോസഫിനെ നിങ്ങൾക്ക് അറിയാം? ഇയാളെ അറിയാം സാർ. ഇയാളെ നിങ്ങളുടെ കടയിൽ നിന്നാണ് ഇറച്ചി വാങ്ങുന്നത്? എൻ്റെ കടയിൽ നിന്ന് മിക്കവാറും ദിവസങ്ങളിൽ ഇറച്ചി വാങ്ങാറുണ്ട് സാറേ. ആദ്യമൊക്കെ ഇയാൾ കൃത്യമായിട്ട് കാശ് തന്നിരുന്നു. പിന്നെ കടം പറയാൻ തുടങ്ങി. അവസാനമായിട്ട് ഈ ജോസഫ് നിങ്ങളുടെ കടയിൽ നിന്ന് ഇറച്ചി വാങ്ങിയതെന്നാ? ഇന്നലെ ഇറച്ചിക്ക് വന്നു. ഇയാൾക്ക് ഞാൻ ഇറച്ചി കൊടുക്കൂലെന്ന് പറഞ്ഞു. അവസാനം 2 കിലോ ഇറച്ചി കൊടുത്തു. ഇന്ന് കാശ് തരാമെന്ന് പറഞ്ഞ ഉറപ്പിന്റെ മേലാണ് കൊടുത്തത്.
പിന്നെ ഇയാളെ എപ്പോഴാ കാണുന്നത് സാറേ? ശരി, നിങ്ങൾ പുറത്തിറങ്ങി വിളിക്കാം. ശരി. ആ നിർത്ത്. ആരെ കാണാനാ? സൗമ്യ മേഡത്തിനെ കാണാനാ. സൗമ്യ മേഡം, നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്ത് പാസ് വാങ്ങിയിട്ട് വേണം അകത്തോട്ട് പോകാൻ. ഓക്കെ. ആ എടാ വിനിയ, നീ എവിടെ എത്തിയാ? സൗമ്യ കണ്ട എന്നിട്ട് എത്തിയളിയാ, ഞാനിപ്പോ ഓഫീസിൽ എത്തിയതേ ഉള്ളൂ. ആ ഓക്കെ എടാ, കുഴപ്പമില്ല, പെട്ടെന്ന് വേണം. ഞാൻ ഉഴപ്പോ അളിയാ, എനിക്ക് വയ്യ അളിയാ. വെയ് ഫോണ് വെയ്, ഞാൻ പിന്നെ വിളിക്കാം. എന്തുമാത്രം അളിയ എന്തായി? നീ പറഞ്ഞ വെഞ്ഞാറമൂട്ടിലെ സൗമ്യ കണ്ടു. കൊള്ളാളിയാ, ഇന്നത്തെ ദിവസം കൊള്ളാം. എടാ റിസൾട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ അവരോട് പെട്ടെന്ന്. അവരിപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തു. എടാ നീ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ട് തരാവോ? ഫോട്ടോ എടുക്കാൻ അവൾ സമ്മതിക്കൊന്നും സംശയം ഉണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിലേ ഇന്ന് വളയിട്ട കൈകൾ കൊണ്ടൊരു എക്സ്ട്രാ ഓണസദ്യയും ഒരു ഫോട്ടോയും കിട്ടിയേനെ. പോലീസ് വരികയും തിരുവനന്തപുരത്തെ സുന്ദരി അക്കന്മാരും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുന്ന ഫോട്ടോ ഇന്ന് ഗ്രൂപ്പിലിട്ട് മിന്നിച്ചേനെ അളിയാ. എടാ കഴുത, ഞാൻ അവളുടെ ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞത്, ആ റിസൾട്ടിന്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റില്ലെന്ന് വെച്ചത്. ഉടനെ അവന്റെ വളഞ്ഞ കയ്യും പോലീസും. അല്ല അതിരിക്കട്ടെ, നീ എന്നായി പോലീസിൽ കയറിയത്? അതളിയാ, എടാ നിന്റെ അച്ഛൻ മരിച്ചിട്ട് അതിന് നിനക്ക് പട്ടാളത്തിൽ ജോലി കിട്ടിയില്ല, അതിന്റെ ഒരു അഭിമാനം വേണ്ടടാ. ഒന്നുമില്ലല്ലോ, രാജ്യത്തെ സേവിക്കുന്നു, ഏറ്റവും ബഹുമാനം കിട്ടുന്ന ജോലിയല്ലേടാ അത്. അതെങ്ങനെയാ വിവരം ഉണ്ടായിട്ട് വേണ്ടേ? അത് കഴിഞ്ഞിട്ടിപ്പോ ഹോം ഗാർഡായിട്ട് വർക്ക് ചെയ്തു. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വളരെ അഭിമാനത്തോടെ പറയുന്നു ഹോം ഗാർഡാണെന്ന്. നിന്റെ ഒരു പോലീസ്, നീയൊന്നും ഒരു കാലത്ത് നന്നാവത്തില്ലടാ. നിന്റെ ഒരു കൂട്ടുകാരനല്ലേ ഒരു തെറ്റും ചെയ്യാതെ അകത്ത് കിടക്കുന്നത്. അവനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴാണോ നീ ഈ കളിയും പെണ്ണുങ്ങളുടെ വളയും നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ നോക്കിക്കോളി, അധികം വൈകാതെ നീയും അകത്തായി പോ. അത് പിന്നെ ഞാൻ സാറേ, അതെ, ഈ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളുടെ ശല്യം കുറയ്ക്കാനായി 2011 മുതൽ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പിന്നെ ഈ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനായി തോക്ക് ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് അനുവാദം നൽകുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തോടെ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ നശിപ്പിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടായോ ഇതുവരെ? ഒരു ഗുണം ഉണ്ടായിട്ടില്ലല്ലോ. അല്ല സാറേ, ഞങ്ങള് ഈ കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ 1008 ലെറ്റർ അയച്ചല്ലോ. എന്തിനെങ്കിലും ഒരു മറുപടി ഉണ്ടായിട്ടുണ്ടോ? അത് പിന്നെ എന്തോ അത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഏതെങ്കിലും ഒരു കർഷകൻ അവന്റെ പറമ്പിലെ കൃഷിയെ നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ ഒന്ന് കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ കാടിളക്കി വലിയ കൊലപാതകളൊക്കെ പിടിക്കുന്ന പോലെ അവനെ പൊക്കിയെടുത്ത് ജയിലിനകത്ത് കൊണ്ടിടുക, അവനെ ഹറാസ് ചെയ്യുക, എന്തൊക്കെയാ ചെയ്യുന്നത്? ഇവിടുത്തെ സാഹചര്യം അറിയാവുന്നതല്ലേ, നിങ്ങൾക്കെങ്കിലും ഒരു ഇത്തിരി മനുഷ്യത്വം കാണിച്ചൂടെ? അതെങ്ങനെയാ? അതെന്തോ ആവട്ടെ, ആ റിപ്പോർട്ട് ഒന്ന് കാണിച്ചേ. പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സാർ, ഇതാ. ഇതെന്തുവാ, പോത്തിറച്ചിയോ? അയ്യോ സാറേ, പണി പാളിയല്ലോ. ഇത് പന്നിയൊന്നുമല്ല, നല്ല നാടൻ പോത്ത, ബീഫ്. സംഗതി വ്യക്തമായല്ലോ. ഇനി കുറ്റാരോപിതർ മാത്രമാണ്, അവര് പ്രതികളൊന്നുമല്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്ന് വെച്ചാ അവരുടെ പേരിൽ KCR ചെയ്യാൻ പറ്റില്ല എന്ന്. ഏതായാലും ഈ നിരപരാധികളെ ഇത്രയും കഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ എനിക്ക് വേണേ നിങ്ങൾക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാം, ചേട്ടോ. നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പണിയാ ചെയ്തത്. പക്ഷെ ഒരു കാര്യം ഇനിയെങ്കിലും ആലോചിക്കണം. സാറ് കേസൊക്കെ അന്വേഷിച്ച് വലിയ തുള്ളിച്ചാടി നടക്കുമ്പോഴേ മറുവശത്ത് നിൽക്കുന്നത് സാധാരണക്കാരാ. അവരുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സ്പീഡ് ഒന്ന് ഇത്തിരി കുറച്ചിട്ട് ഇത്തിരി മനുഷ്യത്വപരമായിട്ടൊക്കെ ഇടപെടണം. മനസ്സിലായോ? അതൊക്കെ പോട്ടെ. എന്തായാലും ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കിയ കേസിന് കാരണമായ എവിഡൻസ് ഡിപ്പാർട്ട്മെന്റ് തന്ന ആരാണെന്ന് പറയാവോ? ഓ, ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോ എന്തോന്ന് മറച്ചു വെച്ചിട്ട് കാര്യം? അതൊരു പെണ്ണാ. പെണ്ണോ? അതെ സാറേ, പെണ്ണല്ല, പെണ്ണും പിള്ളയാ. ഞാനിപ്പോ കാണിച്ചു തരാം. പെണ്ണും പിള്ളയാ? പരാതി വാട്സാപ്പ് വഴിയാ കിട്ടിയ സാറേ. ഇത് അവളുടെ പ്രൊഫൈൽ പിക്ചർ. അജിതയാ? എടാ അളിയാ, നിന്റെ പഴയ കാമുകി അജിത. അളിയാ, നീ അവളെ പണ്ടത്തെ തേച്ചില്ലേ, അതിനുള്ള പണി അവൾ ഇപ്പൊ തിരക്കിട്ട് വന്നതാ.
ഇവന്റെ ലൈനായിരുന്നു സാറേ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. എടേ നീ മനസ്സമാനത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് നമുക്ക് സഹിക്കുന്നുണ്ടാവില്ല കേട്ടോ. മതിയായില്ലല്ലോ. അതുകൊണ്ട് എന്തോ ആവട്ടെ, കഷ്ടം. എന്നാ സാർ, എന്നാ ശരി. ഓക്കെ സാർ. എനിക്ക് ഇപ്പോഴാ ഒരു ആശ്വാസമായത്. അപ്പോഴേ അളിയാ, നീ എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കണേ. അളിയ ഈ ജീവിതവും പാചകവും ആയതുകൊണ്ട് ഒരുപോലെ കേട്ടോ. ചിലത് കൂടുകയോ കുറയുകയോ ചെയ്താല് കുക്കിംഗ് കുറവാണ്. അതുപോലെ തന്നെ ജീവിതവും. അളിയൻ പാചകത്തില് രാജാവില്ലയോ? ഇങ്ങനെ കുക്കൊക്കെ ചെയ്ത് ഭാര്യമാരില്ലാതെ കുക്കിംഗ് ഒക്കെ ആയി പഴയ കൂട്ടുകാരായിട്ട് ഒത്തുകൂടുന്നത് ഒരു സന്തോഷല്ലേ? വരുമ്പോ അറിയാം സന്തോഷം. നമ്മുടെ ജീവിതത്തില് ഇവളുമാര് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ സെറ്റപ്പ് നമുക്ക് മാത്രമല്ലേ അറിയൂ. റീജയുടെ കാര്യം എന്ത് പറഞ്ഞപ്പോ ഞാൻ കണ്ടത് അവളുടെ റിയാക്ഷൻ. സ്റ്റേഷന് വെച്ച് എന്നെ കൊടുക്കാൻ നോക്കി റീജയുടെ കാര്യം. ഇപ്പോഴും ഞാൻ റസീനെ ഒന്ന് തറപ്പിച്ച് നോക്കിയാ അവൾ അവിടെ നിൽക്കും. ശരിക്കും ദൈവം തറപ്പിച്ച് നോക്കിയല്ലോ. ഒന്ന് പോരാടുന്നു, പേടിച്ചു പോയി നോക്കേ. നീ പേടിക്കണ്ട, ചിലപ്പോ പിരിവുകാരല്ലായിരിക്കും. പോയി നോക്കേ. പിന്നെ ഇവിടെയാണ് ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറയണ്ട. നീ പോ. ഞങ്ങളെ കഥ അടച്ചു. ബെഡ്റൂമിലോട്ട് പോ. നമ്മൾ ഈ കാട്ടുപന്നിയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. കാട്ടുപന്നിയെ വെടിവെക്കാൻ സർക്കാരിന്റെ അനുമതി കിട്ടിയപ്പോൾ പഞ്ചായത്തുകളിൽ വെടിവെക്കാൻ ആളില്ല. ഇങ്ങനെ ഒരു നിയമം ഉടനെ വരുന്നു. കൊല്ലുന്നവർക്കേ 1000 രൂപ കിട്ടും. കിട്ടും. നീ വിചാരിച്ച എന്തും കിട്ടൂടി ചക്കരേ. സത്യാടാ, നീ അറിഞ്ഞില്ലേ? നമ്മുടെ SI ജയിലില്ലേ, ഇന്നലെ 3 എണ്ണത്തിന് വെടിവെച്ചെന്ന് പറയാൻ കേട്ടു. ഇത്രയും വാങ്ങിച്ചു കൂട്ടിയിട്ടും തൃപ്തിയായില്ലല്ലേ? കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ വഴക്ക് പിടിച്ചിട്ടുള്ള, അല്ലെ പരസ്പരം ഏറ്റവും കൂടുതൽ ശത്രുത കാണിച്ചിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് കരുണൻ, അവൻ ഈ സമൂഹത്തിന് മുഴുവൻ വേണ്ടപ്പെട്ട ആളാണ്. അവൻ ഇനിഷ്യേറ്റീവായിട്ട് എടുത്തുകൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുതന്നെയാണ് നമ്മുടെ കൂട്ടുകാരുടെ ഒരു ശക്തി. കാരണം ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ശത്രുതയില്ല, നമ്മൾ കൂട്ടുകാരാണ്. അതുതന്നെയാണ് നമ്മുടെ ട്രിനിറ്റി കോളേജ് തരുന്ന, നമ്മുടെ സൗഹൃദം തരുന്ന, ആ ക്യാമ്പസ് തരുന്ന ഒരു ഏറ്റവും വലിയ സന്ദേശം. ഇവരെ എല്ലാം കോർത്തിണക്കി നിർത്തിക്കൊണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരെയും ഒന്നിച്ച് നിർത്താൻ ആ ഒരു നേതൃത്വം നൽകിയ ജെറിക്ക് ഒരു വലിയ അഭിനന്ദനം. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ട്രിനിറ്റി കോളേജിന്റെ ആ സ്നേഹവും സൗഹൃദവും ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയങ്കരനായ റാഫി, നമ്മുടെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ നായകൻ തന്നെ. അതെ. അപ്പോ ജെറിയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ റാഫിക്കാക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുക. വന്നതാ ഇതങ്ങോട്ട് ചേർത്ത് ഇങ്ങോട്ട് സ്വീകരിക്കുക, ആദരിക്കുക. കൈയടിച്ചാലോ? അടിപൊളി. അപ്പോ കൺഗ്രാജുലേഷൻസ് കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് കാലം. അല്ല ചെറുതല്ല ഈ പ്രീ ഡിഗ്രി, എത്ര ചെറിയ ഡിഗ്രി അല്ല. ഡിഗ്രിക്ക് മുമ്പിലെ വമ്പനാണ് അവൻ, ഡിഗ്രിക്ക് മുമ്പിലെ വമ്പനാണ്. കൊമ്പനല്ല എന്നാൽ വമ്പനാണ്. പ്രീ ഡിഗ്രി ഡിഗ്രിക്ക് മുമ്പനാണ്. തട്ട
തട്ടാനും മുട്ടാനും തട്ടിമുട്ടി നടക്കാനും ആരോരും തടുക്കാത്ത ആഘോഷക്കാലം. ക്ലാസ് കട്ട് ചെയ്താലും കൊട്ടകയിൽ പോയാലും തട്ടുടുത്തു നടന്നാലും ഒട്ടുമൊട്ടും ചോദ്യമില്ല സുവർണകാലം. ഒട്ടുമൊട്ടും ചോദ്യമില്ല സുവർണകാലം. അല്ല അല്ല ചെറുതല്ല ഈ പ്രീ ഡിഗ്രി അത്ര ചെറിയ ഡിഗ്രി അല്ല. ഡിഗ്രിക്ക് മുമ്പിലെ വമ്പനാണ് അവൻ, ഡിഗ്രിക്ക് മുമ്പിലെ വമ്പനാണ്. കൊമ്പനല്ല എന്നാൽ വമ്പനാണ്, പ്രീ ഡിഗ്രി ഡിഗ്രിക്ക് മുമ്പനാണ്. ചുവരുകൾ നാലിനുമുള്ളിലെ ജീവിതം വലിച്ചെറിഞ്ഞു പറന്ന ശലഭമാകാൻ വഴി തുറന്ന കാലമല്ലോ ഈ പ്രീ ഡിഗ്രി കാലം. അകലേക്ക് പറന്നുയർന്നു മനമറിഞ്ഞു സല്ലപിച്ച പട്ടമായി മാറുവാൻ കാത്തു തന്ന കാലം. ആടാനും പാടാനും താളം പിടിക്കാനും താൻ തോന്നി തരമെന്തും കാട്ടാനും സ്വാതന്ത്ര്യം ആവോളം കിട്ടുന്ന പ്രീ ഡിഗ്രി. അല്ല അല്ല ചെറുതല്ല ഈ പ്രീ ഡിഗ്രി അത്ര ചെറിയ ഡിഗ്രി അല്ല. ഡിഗ്രിക്ക് മുമ്പിലെ വമ്പനാണ് അവൻ, ഡിഗ്രിക്ക് മുമ്പിലെ വമ്പനാണ്. കൊമ്പനല്ല എന്നാൽ വമ്പനാണ്, പ്രീ ഡിഗ്രി ഡിഗ്രിക്ക് മുമ്പനാണ്. പഠിക്കാൻ മടിച്ച ബിരുദൻ കറങ്ങി നടന്ന വഴിയിൽ വളഞ്ഞു പുളഞ്ഞു കിടക്ക് പഴയ ചെറുപ്പം എവിടെ. തുറന്നു തരുന്ന പുസ്തകം എടുത്തു മടക്കി ചുരുട്ടി ഒതുക്കി പതുക്കി മടിയിൽ ഇറക്കി വെക്കണ കണക്ക്. എനിക്കും നിനക്കും ഇവനും അവനും അവക്കും അടിച്ചു പൊളിച്ചു നടക്കാൻ ഇതിലെ വലിയ സമയം. ഒരുക്കി തരുന്ന സമസ്യ മധുര ലളിതമാകണം. അതിന് കാരണം